കഥ തുടരുന്നു. ആലോചനാമഗ്നനായി ആദർശ് സെറ്റിയിലിരുന്നു. ഗാഥ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ജോലി കഴിഞ്ഞ് വരുന്നതുകൊണ്ടാവാം ക്ഷീണിതനായിരുന്നു അയാൾ. മുടി നെറ്റിയിലേക്ക് അലസമായി വീണ് കിടന്നിരുന്നു. എത്രയോ തവണ മാടിയൊതുക്കി കൊടുത്തിട്ടുണ്ട്. അതോർത്തപ്പോൾ ഗാഥയുടെ ശരീരം അറിയാതെ ഒന്ന് പ്രകമ്പനം കൊണ്ടു. എനിക്കൊരു ചായ വേണമായിരുന്നു, പെട്ടെന്ന് ആദർശ് പറഞ്ഞു. ഒന്നും മിണ്ടാതെ അവൾ കിച്ചണിലേക്ക് പോയി. അവളുടെ ഈറൻ മുടി തുമ്പിൽ ജലകണങ്ങൾ ഊറി നിൽക്കുന്നത് അയാൾ അപ്പോൾ കണ്ടു. അവളുടെ ഈറൻ മുടിയുടെ ഗന്ധം അപ്പോൾ അയാളുടെ ഓർമ്മയിലേക്ക് ഓടിക്കയറി വന്നു. പുനലൂരുള്ള ആശുപത്രിയിലെ ആ രാത്രി. കുളി കഴിഞ്ഞ് ഒരു ചായ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു കോളിംഗ് ബെല്ല് മുഴങ്ങിയത് ഗാഥ കേട്ടത്. വന്നത് ആദർശായിരിക്കുമെന്ന് അവൾക്ക് തോന്നാതിരുന്നില്ല. ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടിരുന്നു. ഗാഥ 2 കപ്പ് ചായ ഉണ്ടാക്കി. ഒന്ന് അവൾ കൊണ്ടുചെന്ന് ആദർശിന് കൊടുത്തു. ഇതൊക്കെ നടക്കാത്ത സ്വപ്നമായി അവശേഷിക്കുമായിരുന്നു. ചായ വാങ്ങുമ്പോൾ അയാൾ പറഞ്ഞു. ഏതൊക്കെ? അവൾക്ക് മനസ്സിലായില്ല. ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ നീ ഒരു കപ്പ് ചായ ഉണ്ടാക്കി തരുന്നത്. നടക്കാതെ പോയത് ആദർശിൻ്റെയോ എൻ്റെയോ കുഴപ്പം കൊണ്ടല്ലല്ലോ. അല്ല, നമ്മുടെ അച്ഛനമ്മമാർ ചെയ്ത പ്രവൃത്തികളുടെ ശിക്ഷ നമ്മൾ അനുഭവിക്കുന്നു. വേണ്ട ആദർശ്, അവരെ കുറ്റപ്പെടുത്തണ്ട. ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ അറിഞ്ഞും അറിയാതെയും ചില തെറ്റുകൾ എല്ലാ മനുഷ്യരും ചെയ്തു പോകാറുണ്ട്. അത് മനഃപൂർവ്വമല്ല, സംഭവിച്ചു പോകുന്നതാണ്. ശരിയായിരിക്കാം, പക്ഷേ ഒരു പക്ഷേയുമില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതേക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, ഓർക്കുക പോലും ചെയ്യേണ്ട. കഴിഞ്ഞതൊക്കെ അതേപടി മറക്കാൻ നിനക്ക് പറ്റുമോകാതെ? ആ ചോദ്യത്തിനു മുമ്പിൽ അവൾ ഒരു നിമിഷം പകച്ചു. എത്ര ശ്രമിച്ചിട്ടും അതൊന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ തീവ്രത ഏറുകയാണ്. നിസ്സഹായതയോടെ ആദർശ് മുഖം കുരിച്ചിരുന്നു. തൻ്റെ അതേ വേദനകൾ തന്നെയാണ് അയാളും അനുഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഗാഥ, ഞാനിപ്പോൾ വന്നത് നിന്നോടൊരു കാര്യം ചോദിക്കാനാണ്. നീ സത്യം പറയണം, പെട്ടെന്ന് തലയുയർത്തി ആദർശ് ആവശ്യപ്പെട്ടു. അവളൊന്ന് പതറി. എന്താണ്? നീ പ്രഗ്നൻ്റ് ആണ് അല്ലേ? അതെ. അവൾ ദുർബലയായി തലകുലുക്കി. എത്ര മാസം? 2, അവൾ നുണ പറഞ്ഞു. പക്ഷേ ശ്യാം പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. പെട്ടെന്ന് അവളുടെ മുഖം വിളറി. ശ്യാം ചേട്ടൻ എന്താണ് പറഞ്ഞത്? നീ 3 മാസം പ്രഗ്നൻ്റ് ആണെന്നാണ്. ആദർശ് കേട്ടത് തെറ്റായി പോയതായിരിക്കും. മാരേജ് കഴിഞ്ഞിട്ട് 3 മാസം എന്നായിരിക്കും പറഞ്ഞത്. നിന്റെ മാരേജ് കഴിഞ്ഞിട്ട് 3 മാസമായതേ ഉള്ളായിരിക്കാം. പക്ഷേ നീ 3 മാസം പ്രഗ്നൻ്റ് ആണെന്ന് തന്നെയാണ് ശ്യാം എന്നോട് പറഞ്ഞത്. ആദർശ് ഉറച്ചു നിന്നു. എന്തിനാണ് ഒരു തർക്കം? എനിക്ക് മനസ്സിലാകുന്നില്ല. അവൾ അജ്ഞത നടിച്ചു. എന്തിനാണെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ ഗാഥേ. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ശ്യാം തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഗാഥ അറിയാതെ ഞെട്ടി. അപ്പോൾ ഞാൻ പറയുന്നത് ആദർശിന് വിശ്വാസമാകുന്നില്ല അല്ലേ? ഇല്ല, എനിക്കറിയണം സത്യം. ദയവായി നീ എന്തിനാ അത് മറച്ചു വയ്ക്കുന്നത്? ആദർശ് എന്തെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ ആ സംശയം തെറ്റാണ്, അവൾ പറഞ്ഞു. വിശ്വാസം വരാതെ അയാൾ അവളെ നോക്കി. സംശയിക്കാൻ എനിക്ക് തക്കതായ കാരണമുണ്ട്. എൻ്റെ കുഞ്ഞ് വേറൊരാളെ അച്ഛ എന്ന് വിളിക്കുന്നത് ജീവിതകാലം മുഴുവൻ നിന്നെ വേദനിപ്പിക്കില്ലേ ഗാഥ? ഗാഥയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ ആദർശ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? ആദർശ് സംശയിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. ദയവായി ഇനി ഇക്കാര്യം എന്നോട് സംസാരിക്കരുത്. ഒരു അപേക്ഷയും കൂടിയുണ്ട്. എന്താണ്? അയാൾ വേദനയോടെ ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ ഇതുപോലെ എന്നെ കാണാൻ ഇനി വരരുത്. അത് തെറ്റാണ്. എനിക്കത് ഇഷ്ടവുമല്ല. തെറ്റാണ്, എനിക്കറിയാം. എൻ്റെ മനസ്സിൻ്റെ വിങ്ങൽ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ. ഇല്ല ഗാഥ, ഇനി നിന്നെ ശല്യപ്പെടുത്താൻ ഞാൻ വരില്ല. പക്ഷേ നീ എന്നോട് പറഞ്ഞത് കളവാണെങ്കിൽ ഒരിക്കലും എനിക്കത് പൊറുക്കാൻ പറ്റില്ല. ആദർശ് മെല്ലെ എഴുന്നേറ്റു. ഗാഥ അയാളുടെ മുഖത്തേക്ക് കണ്ണിമയ്ക്കാതെ നോക്കി. അയാളുടെ ഹൃദയത്തിലെ ക്ഷോഭം മുഴുവൻ ആ കണ്ണുകളിൽ അവൾക്ക് കാണാൻ കഴിഞ്ഞു. ശ്യാം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ലേ? അവൾ മെല്ലെ തലകുലുക്കി. നീ ഭാഗ്യവതിയാണ്. നിന്നെ കിട്ടിയ അയാൾ എന്നേക്കാൾ ഭാഗ്യവാനുമാണ്. എന്നേക്കാൾ നല്ലൊരു ഭാര്യയാണ് സ്വാതി. ആര് പറഞ്ഞു? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നമ്മുടെ തോന്നലുകളൊക്കെ ശരിയായിരിക്കട്ടെ. കൂടുതലൊന്നും പറയാതെ ആദർശ് വെളിയിലേക്ക് നടന്ന് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. ചായ പകുതി പോലും ആദർശ് കുടിച്ചില്ലെന്ന് അപ്പോഴാണ് ഗാഥ കണ്ടത്. അവളുടെ മനസ്സിൽ വല്ലാത്ത ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. അവൾ ചെന്ന് വാതിലടച്ച് ബോൾട്ടിട്ടു. പിന്നെ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ബെഡ്റൂമിലേക്ക് ഓടി കിടക്കയിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ബാങ്കിൽ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അത്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് അല്പനേരം വിശ്രമിക്കുന്ന നേരത്ത് ശ്യാംകുമാർ മൊബൈലെടുത്ത് വാട്സപ്പ് മെസ്സേജുകൾ വെറുതെ പരിശോധിച്ചു. ബാങ്ക് സ്റ്റാഫിൻ്റെ ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് കണ്ട് ശ്യാം ഞെട്ടിപ്പോയി. അടുത്ത മാസം 2-ാം തീയതി മുതൽ 30 ദിവസത്തേക്ക് അയാൾക്ക് പുന്നെയിൽ ഒരു ട്രെയിനിങ്. നോക്കിയപ്പോൾ കേരളത്തിൽ നിന്ന് 4-5 പേരുണ്ട്. പോയാൽ 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റൂ. ഗാഥ ഗർഭിണിയായിരിക്കുന്ന ഈ നേരത്ത് അത്രയും കാലം സ്ഥലത്തില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവളെ ആരെ ഏൽപ്പിച്ച് പുന്നെയിലേക്ക് പോകും? ശ്യാം എഴുന്നേറ്റ് മാനേജറുടെ ക്യാബിനിലേക്ക് ചെന്നു. എന്താ ശ്യാം? സാർ, എനിക്കൊരു ട്രെയിനിങ്. അയാൾ വിവരം മാനേജറോട് വിശദമായി പറഞ്ഞു. വൈഫ് പ്രഗ്നൻ്റ് ആണ് സാർ. ഈ സമയത്ത് 1 മാസം പുന്നെയിൽ ട്രെയിനിങ്ങിന് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സാർ. റീജിയണൽ ഓഫീസർ ആരെങ്കിലും പരിചയമുണ്ടോ? ശ്യാമിന് മാനേജർ തിരക്കി. റീജിയണൽ ഓഫീസിലെ HR ഡിപ്പാർട്ട്മെൻറ്റാണ് ബാങ്ക് സ്റ്റാഫിൽ നിന്ന് ട്രെയിനിങ്ങും അതുപോലെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എനിക്ക് ആരെയും പരിചയമില്ല സാർ. അവിടെ ഒരു പ്രകാശ് ബാബു ഉണ്ട്. അയാൾ എൻ്റെ ഫ്രണ്ടാണ്. നമ്പർ തരാം, ഒന്ന് വിളിച്ച് സംസാരിക്കുക. ഞാൻ പറഞ്ഞിട്ട് വിളിക്കുന്നതെന്ന് പറയൂ.
ശരി സാർ. മാനേജർ കൊടുത്ത നമ്പറിൽ അപ്പോൾ തന്നെ ശ്യാം വിളിച്ചു. സാർ, ഞാൻ ആലുവ ബ്രാഞ്ചിലെ അസിസ്റ്റൻറ്റ് മാനേജർ ശ്യാംകുമാറാണ്. പ്രസാദ് ചന്ദ്ര സാർ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അയാൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. നോക്കൂ ശ്യാംകുമാർ, ഈ ട്രെയിനിങ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ ബാച്ചിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങളെ ഒഴിവാക്കി തരാം. പക്ഷേ അടുത്ത ബാച്ചിൽ, അതായത് 1 മാസം കൂടി കഴിഞ്ഞുള്ള ബാച്ചിൽ നിങ്ങൾക്ക് പോകേണ്ടി വരും. ആ ബാച്ചിൻ്റെ ട്രെയിനിങ് അമൃത്സറിലായിരിക്കും. പൂനെയിൽ പോകുന്നതിൻ്റെ ഇരട്ടി ദൂരമുണ്ട് അമൃത്സറിലേക്ക്. എന്ത് വേണമെന്ന് പറയൂ, ഞാൻ അത് ചെയ്യാം, പ്രകാശ് ബാബു പറഞ്ഞു. സാർ, ഞാൻ പൂനെയിലേക്ക് പോയിക്കോളാം. ശ്യാമിന് സമ്മതിക്കേണ്ടി വന്നു. ഗുഡ്. നമ്മുടെ വ്യക്തിപരമായ അസൗകര്യങ്ങൾ ഒരിക്കലും നമ്മുടെ കരിയറിനെ ബാധിക്കാതിരിക്കാൻ നോക്കണം. ശരി സാർ. ശ്യാം കോൾ കട്ട് ചെയ്തു. എന്ത് പറഞ്ഞു പ്രകാശ്? മാനേജർ ചോദിച്ചു. നടക്കില്ല സാർ, പൂനെയിലേക്ക് ഞാൻ പോകുന്നു. അന്ന് ഒട്ടും ഉത്സാഹമില്ലാതെയാണ് ശ്യാംകുമാർ വീട്ടിലെത്തിയത്. എന്താ അനിഷ്ടകരമായത് സംഭവിച്ചിട്ടുണ്ടെന്ന് അയാളുടെ മുഖം കണ്ടപ്പോൾ ഗാഥയ്ക്ക് മനസ്സിലായി. എന്താ ശ്യാം ചേട്ടാ? അയാൾ കാര്യം പറഞ്ഞു. അതിനെന്താ വിഷമിക്കുന്നത്? പോയിട്ട് വരൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവൾ പറഞ്ഞു. ഈ അവസ്ഥയിൽ നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ടോ? തനിച്ചല്ലോ, മുകളിൽ ആദർശം സ്വാധീനമുണ്ടല്ലോ. എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ എനിക്ക് പേടിയുണ്ട്. നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോയാൽ എനിക്കൊരു മനസ്സമാധാനവും കിട്ടില്ല. എന്തായാലും ഇനി 10-12 ദിവസത്തെ സമയമുണ്ടല്ലോ പോകാൻ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം, അവൾ സമാധാനിപ്പിച്ചു. മണി 8:30 കഴിഞ്ഞിരുന്നു. അപ്പോൾ ശ്യാംകുമാർ ചെന്ന് കുളിച്ച് വസ്ത്രം മാറി വന്നു. അപ്പോഴേക്കും ചിന്താമഗ്നനായിരുന്നു അയാൾ. ഭക്ഷണം കഴിച്ച് അവർ ലൈറ്റ് അണിച്ച് ഉറക്കം കാത്തു കിടന്നു. ഒരു കാര്യം ചെയ്യാതെ, നീ 1 മാസത്തേക്ക് ലീവ് എടുക്ക്, എന്നിട്ട് വീട്ടിൽ പോയിന്നില്ലേ. കുറച്ച് ദിവസം ആറന്മുളയിലും കുറച്ച് നാൾ ചൂരനാട്ടും. 2 അമ്മമാർക്കും സന്തോഷമാകും, ശ്യാം പെട്ടെന്ന് പറഞ്ഞു. 1 മാസം തുടർച്ചയായിട്ട് ലീവ് കിട്ടത്തില്ല ശ്യാം ചേട്ടാ. ഇപ്പോൾ ഓഫീസിൽ നല്ല തിരക്കുള്ള സമയമാണ്. തന്നെയുമല്ല, കാർത്തിക അടുത്ത ആഴ്ച മുതൽ മെറ്റേണിറ്റി ലീവിൽ പോവുകയാണ്. ഓഫീസിൽ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഇപ്പോൾ തന്നെയുണ്ട്. അപ്പോൾ നീ മെറ്റേണിറ്റി ലീവ് എടുക്കുമ്പോഴോ? അയാൾക്ക് അരിശം വന്നു. മെറ്റേണിറ്റി ലീവ് തരാതിരിക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് പുതിയ സ്റ്റാഫിനെ കിട്ടും. തന്നെയുമല്ല, അടുത്ത ചെക്കപ്പ് 10-ാം തീയതിയാണ്. ഞാൻ വീട്ടിലേക്ക് പോയാൽ എങ്ങനെയാ? അത് നേരാണെന്ന് ശ്യാംകുമാർ തോന്നി. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ തന്നെ സ്ഥിരമായി കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ നീ ഇവിടെ ഒറ്റയ്ക്ക്, അതെനിക്ക് സമ്മതിക്കാൻ പറ്റില്ല, അയാൾ തീർത്തു പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം ശ്യാം ചേട്ടാ, ഞാൻ അമ്മയോട് പറയാം. 1 മാസം ലീവ് എടുത്ത് അമ്മ ഇവിടെ വന്ന് നിൽക്കട്ടെ. അവൾ വേറൊരു പോംവഴി കണ്ടെത്തി. അത് നല്ലൊരു ഐഡിയയാണ്. 1 മാസം വേണ്ട, 2 ആഴ്ച മതി. ഞാൻ വീട്ടിലും പറയാം എൻ്റെ അമ്മ ബാക്കി ദിവസം ഇവിടെ വരട്ടെ. അതാണ് നല്ലത്. അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ 2 പേർക്കും സമാധാനമായി. 1 മാസം ലീവ് എടുക്കാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടുമായിരിക്കുമെന്ന് ഗാദിക്ക് അറിയാമായിരുന്നു. 2 ആഴ്ച മതിയെങ്കിൽ എങ്ങനെയെങ്കിലും അമ്മയത് അഡ്ജസ്റ്റ് ചെയ്യും. പിറ്റേന്ന് ഓഫീസിൽ തിരക്ക് കുറഞ്ഞ സമയത്ത് അവൾ യമുനയെ വിളിച്ചു. എന്താ മോളെ? യമുന കോൾ പെട്ടെന്ന് എടുത്തു. ഒന്നുമില്ല അമ്മേ, ഞാൻ വിചാരിച്ചു നിനക്ക് എന്തെങ്കിലും. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. ശ്യാംകുമാറിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യം അവൾ യമുനയോട് പറഞ്ഞു. അയ്യോ മോളെ, നീ അപ്പോൾ അവിടെ തനിച്ച്? യമുന ഭയന്നു. അമ്മയ്ക്ക് 2 ആഴ്ച ലീവ് എടുത്ത് എൻ്റെ കൂടെ വന്ന് നിൽക്കാമോ? എനിക്കത് സന്തോഷമേ ഉള്ളൂ മോളെ. ലീവ് കിട്ടാൻ പ്രയാസമാണ്, എന്നാലും വാങ്ങിച്ചെടുക്കാം. പക്ഷേ 2 ആഴ്ച അപർണ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക്? അപ്പോഴാണ് അക്കാര്യം ഗാഥയ്ക്ക് ഓർമ്മ വന്നത്. അപർണ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. അവൾക്ക് ക്ലാസ്സുകളൊന്നും നഷ്ടപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ അവൾക്കും കൂടി ഇങ്ങോട്ട് വരാമായിരുന്നു. അപർണ വരുന്ന കാര്യം സംശയം മോളെ. പിന്നെ ഞാനെങ്ങനെ വരും? ഒരു കാര്യം ചെയ്യും, നീ 1 മാസം ലീവ് എടുത്ത് ഇങ്ങോട്ട് വാ. ശരി അമ്മേ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഗാഥ കോൾ കട്ട് ചെയ്തു. അമ്മയുടെ സഹായം കിട്ടില്ലെന്ന് അവൾക്ക് ഏതാണ്ട് ഉറപ്പായി. അമ്മയെ കുറ്റപ്പെടുത്താനും പറ്റില്ല. പ്രായം തികഞ്ഞ ഒരു പെൺകുട്ടിയെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ അമ്മയെ നിർബന്ധിക്കുന്നത് മര്യാദക്കേടാണ്. അന്ന് വൈകുന്നേരം ശ്യാംകുമാർ വന്നപ്പോൾ അവൾ അക്കാര്യം പറഞ്ഞു. അത് ശരിയല്ലേ, നമ്മൾ അതേക്കുറിച്ച് ഓർത്തില്ല. 1 മാസം അപർണയ്ക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു നോക്ക്. ഞാനിന്ന് വീട്ടിലും വിളിച്ചു. 1 ആഴ്ച വേണമെങ്കിൽ അമ്മ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ പലവിടെയും കാര്യങ്ങൾ നോക്കാൻ അവിടെ വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത്, ഞാനിവിടെ കഴിഞ്ഞോളാം, എനിക്കൊരു പേടിയുമില്ലെന്ന്. നീ പ്രഗ്നൻ്റ് അല്ലായിരുന്നെങ്കിൽ ഞാനിത് സമ്മതിച്ചേനെ. പക്ഷേ ഈ അവസ്ഥയിൽ പറ്റില്ല. ശ്യാംകുമാർ പറയുന്നതിന് ന്യായമുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഒത്തുവന്നാലല്ലേ. പിറ്റേന്ന് യമുന അവളെ വിളിച്ചു. അപർണയുടെ കാര്യത്തിൽ പ്രശ്നമില്ല മോളെ. അവരുടെ കോളേജ് ഹോസ്റ്റലിൽ പേയിങ് ഗസ്റ്റായിട്ട് 1 മാസം താമസിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഫീസ് കുറച്ച് കൂടുതലാണ്, എന്നാലും സാരമില്ല. ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമല്ലോ. എന്നാണ് ശ്യാം പൂനെയിലേക്ക് പോകുന്നത്? 1-ാം തീയതി ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിലാണ് പോകുന്നത്. അമ്മ തലേന്ന് വരാൻ പറ്റുമെങ്കിൽ വരിക. പിറ്റേന്ന് രാവിലെ ആയാലും കുഴപ്പമില്ല. രാവിലെ വരാം മോളെ. തലേന്ന് വന്നാൽ ആ ദിവസം കൂടി ലീവ് എടുക്കേണ്ടി വരില്ലേ? 2 ആഴ്ചത്തേക്ക് മതി. ശ്യാം ചേട്ടൻ്റെ അമ്മ അത് കഴിഞ്ഞ് വരും. എനിക്ക് വരാൻ സന്തോഷമേ ഉള്ളൂ മോളെ. ഈ സമയത്ത് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റുമല്ലോ. കഴിക്കാൻ ആഗ്രഹമുള്ളതൊക്കെ അമ്മയോട് പറയണം. അപ്പോഴാണ് വേറൊരു കാര്യം ഗാഥയ്ക്ക് ഓർമ്മ വന്നത്. മുകളിലത്തെ നിലയിൽ ആദർശും ഭാര്യയുമാണ് താമസമെന്ന് അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല. വരുമ്പോൾ അറിഞ്ഞാൽ മതിയോ, അതോ നേരത്തെ പറയുന്നതാണോ നല്ലത്? നേരത്തെ അറിയുന്നത് തന്നെയാണ് നല്ലത്. അമ്മയോട് ഞാനൊരു കാര്യം പറയാൻ വിട്ടു. അവൾ ആമുഖം വിട്ടു. എന്താണ് മോളെ? ഞങ്ങളുടെ മുകളിലത്തെ നിലയിൽ വേറെ താമസക്കാർ വന്നിട്ടുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും.
നന്നായി മോളെ, നിങ്ങൾക്കൊരു കൂട്ടായല്ലോ. ആ വലിയ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. പരിചയമില്ലാത്ത നാട്, വല്ലാത്ത കാലവും, യമുന സന്തോഷത്തോടെ പറഞ്ഞു. താമസക്കാർ ആരാണെന്നറിയുമ്പോൾ അമ്മയുടെ ഈ സന്തോഷമൊക്കെ പോകും. ആരാ മോളെ അവർ? ആശങ്കയോടെ യമുന ചോദിച്ചു. ആദർശും ഭാര്യയും. അല്പനേരത്തേക്ക് യമുനയുടെ ശബ്ദം കേട്ടതേയില്ല. അമ്മ ഞെട്ടിക്കാണുമെന്ന് അവൾക്ക് മനസ്സിലായി. അവർ അവിടെ തന്നെ വന്നത് എങ്ങനെയാ മോളെ? പിന്നെ യമുന ചോദിച്ചു. എനിക്കറിയില്ല അമ്മേ, അവർ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ആദർശിൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ബാങ്കിൽ ജോലി കിട്ടി. അതുകൊണ്ടാണ് വീട് വാടകയ്ക്ക് എടുത്തത്. നിങ്ങൾ തമ്മിൽ കണ്ടോ? കണ്ടമ്മേ. സംസാരിച്ചോ? വേണ്ട മോളെ, അത് അപകടമാണ്. ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ നീ. ഒക്കെ എനിക്കറിയാമേ. ആദർശിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അതൊക്കെ സംസാരിച്ച് ശരിയാക്കിയിട്ടുണ്ട്. എന്നാലും ശ്യാമിന് വല്ല സംശയവും തോന്നിയാൽ? യമുന ഭയന്നു. അമ്മ എന്തുകൊണ്ടും പേടിക്കേണ്ട. പെട്ടെന്ന് വേറെ വീടെടുത്ത് മാറണമെന്ന് പറഞ്ഞാൽ ശ്യാം ചേട്ടന് സംശയം തോന്നില്ലേ? എന്തായാലും 4-5 മാസത്തിനുള്ളിൽ ഞാൻ മെറ്റേണിറ്റി ലീവ് എടുത്ത് അങ്ങ് വരുമല്ലോ. അത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് വേറെ വീടെടുക്കാം. അവൾ അമ്മയെ സമാധാനിപ്പിച്ചു. അത് മതി മോളെ. പക്ഷേ നീ വളരെ സൂക്ഷിക്കണം. എന്ത് സംഭവിച്ചാലും അതിന് ദോഷം വരുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമായിരിക്കും. അമ്മ പറഞ്ഞത് 100% ശരിയാണെന്ന് അവൾക്കറിയാമായിരുന്നു. ആ ദോഷമാണല്ലോ താനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ശരി അമ്മേ, ഞാനിത്തിരി ബിസിയാണ്. ഫ്രീ ആകുമ്പോൾ ഞാൻ വിളിക്കാം. ഓഫീസിൽ ആയിരുന്നുകൊണ്ട് ഗാഥ വേഗം കോൾ കട്ട് ചെയ്തു. എന്തായാലും അമ്മ വരട്ടെ, ശ്യാം ചേട്ടന് സമാധാനമാകും. അവൾ ഒന്ന് നെടുവീർപ്പിട്ടു. സ്വാതി കിച്ചണിലായിരുന്നു. ഡോർബെല്ല് മുഴങ്ങിയപ്പോൾ ആദർശാണ് ചെന്ന് വാതിൽ തുറന്നത്. ശ്യാംകുമാർ വന്ന് വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ശ്യാം വരൂ. ആദർശ് സൗഹൃദത്തോടെ ക്ഷണിച്ചു. അയാൾ അകത്തേക്ക് കയറി വന്ന് സെറ്റിയിലിരുന്നു. നാളെയല്ലേ ശ്യാം പോകുന്നത്? ആദർശ് ചോദിച്ചു. അതെ, 1:30 നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഫ്ലൈറ്റിന്. പിന്നെ അടുത്ത മാസം 3-ാം തീയതിയേ വരൂ. കിച്ചണിൽ നിന്നുകൊണ്ട് സ്വാതി അവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. നാളെ രാവിലെ ഗാഥയുടെ അമ്മ വരും. അവർ 2 ആഴ്ച ഇവിടെ കാണും. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ വരും. എന്തിനാ ശ്യാം അവർ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങളിവിടെ ഉണ്ടല്ലോ. രാത്രിയിൽ സ്വാതി ചെന്ന് ഗാഥയ്ക്ക് കൂട്ടുകിടക്കുമല്ലോ. 1 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ, ആദർശ് പറഞ്ഞു. അത് സാരമില്ല, അവർ വരട്ടെ. എനിക്ക് ആദർശിൻ്റെ വേറൊരു ഹെൽപ്പ് വേണം. അത് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. എന്താണ്? സ്വാതിയെ എന്നും ഇടപ്പള്ളിയിൽ കൊണ്ടു ചെന്ന് വിടുമല്ലോ, കൂട്ടത്തിൽ ഗാഥയെയും. അതിനെന്താ, സന്തോഷമേ ഉള്ളൂ. ഗാഥയുടെ കാര്യത്തിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളുണ്ട്. നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം. അമ്മമാർ വന്നാലും ഒരു കൂട്ട് മാത്രമല്ലേ ആകുന്നുള്ളൂ. ധൈര്യമായിട്ട് ശ്യാം പോയിട്ട് വരൂ. പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പോഴേക്ക് യമുന വന്നു. അന്ന് ഗാഥ ലീവ് എടുത്തു. 12 മണിക്കെങ്കിലും എയർപോർട്ടിൽ എത്തേണ്ടതുകൊണ്ട് അപ്പോൾ തന്നെ ശ്യാംകുമാർ ടാക്സിയിൽ പുറപ്പെട്ടു. അവർ ഇപ്പോൾ മുകളിലുണ്ടോ മോളെ? അയാൾ പോയി കഴിഞ്ഞപ്പോൾ യമുന ചോദിച്ചു. രാവിലെ 2 പേരും പോയി. ഇനി സന്ധ്യയാകും വരാൻ. അവൻ്റെ ഭാര്യയോട് നീ മിണ്ടാറുണ്ടോ? ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടാണമ്മേ. എന്തോ എനിക്ക് വലിയ പേടി തോന്നുന്നു. ഇതൊന്നും ശരിയായ കാര്യങ്ങളല്ല. അവനും നീയും തമ്മിൽ കാണാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെയൊക്കെ മനസ്സ് ചിലപ്പോൾ പിടിവിട്ടു പോകും മോളെ. സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാനും അവഗണിക്കാനും നമുക്ക് പറ്റാതെ വരും. ഭയത്തോടെ യമുന പറഞ്ഞു. അമ്മ പേടിക്കണ്ട, എന്നെ സംരക്ഷിക്കാൻ എനിക്കറിയാം. എന്തായാലും അവൻ്റെ ഭാര്യയെ എനിക്കൊന്ന് പരിചയപ്പെടണം. കാണാനൊരു ആഗ്രഹം, അത്രയേ ഉള്ളൂ. ഞായറാഴ്ച ആകട്ടെ, പകൽ കാണാൻ സമയം കിട്ടത്തില്ല. അതുമതി. പിറ്റേന്ന് രാവിലെ ബാങ്കിലേക്ക് പോകാനായി സ്വാതി താഴെ വന്നപ്പോൾ ഗാഥയെ വിളിച്ചു. ഗാഥ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പോകാം ഗാഥേ. ഞാനിതാ വരുന്നു. ആദർശ് ചെന്ന് കാറെടുത്ത് മുറ്റത്തേക്ക് വന്നു. അയാളെ അഭിമുഖീകരിക്കാൻ മടിച്ച് യമുന അകത്ത് തന്നെ നിന്നതേയുള്ളൂ. സ്വാതി ചെന്ന് കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്ന് ആദർശിൻ്റെ അടുത്ത് ഇരുന്നു. ബാക്ക് സീറ്റിൽ ഗാഥയും ഇരുന്നു. കാർ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ യമുന ചെന്ന് ഗേറ്റടച്ച് കുറ്റിയിട്ടു. ആദർശിൻ്റെ കാറിൽ ഇടപ്പള്ളി വരെ പോകാമെന്ന് ശ്യാംകുമാർ പറഞ്ഞപ്പോൾ ഗാഥ ആദ്യം സമ്മതിച്ചില്ല. പക്ഷേ അയാൾ നിർബന്ധിച്ചപ്പോൾ അവൾ പിന്നെ എതിർത്തില്ല. ശ്യാം അങ്ങ് ചെന്നിട്ട് വിളിച്ചോ ഗാഥേ? കാർ ഓടിക്കുന്നതിനിടയിൽ ആദർശ് ചോദിച്ചു. ഇന്നലെ ചെന്നപ്പോൾ തന്നെ വിളിച്ചു. അവർക്ക് ട്രെയിനിങ് സെൻറ്ററിൽ തന്നെ ഹോസ്റ്റൽ അക്കോമഡേഷൻ ഉണ്ട്. ഇതുപോലെ സാധിക്കും പോകേണ്ടി വരുമായിരിക്കും, ആദർശ് പറഞ്ഞു. ഓഫീസർമാർക്ക് ഇടയ്ക്കിടെ ട്രെയിനിങ് ഉണ്ടാവും, സ്വാതി പറഞ്ഞു. ഇടപ്പള്ളിയിലെത്തിയപ്പോൾ സ്വാതിയും ഗാഥയും ഇറങ്ങി. അമ്മ വീട്ടിലുള്ളതുകൊണ്ട് അന്ന് ഗാഥ കഴിയുന്നത് നേരത്തെ ഓഫീസിൽ നിന്നിറങ്ങി. യമുന ഒറ്റയ്ക്ക് പകൽ നേരം മുഴുവൻ വീട്ടിലിരുന്ന് ബോറടിച്ചെങ്കിലും അവർക്ക് വിഷമം തോന്നിയില്ല. മോൾക്ക് വേണ്ടിയാണല്ലോ. ഞായറാഴ്ചയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ആദർശ് കാറെടുത്ത് പോകുന്നത് യമുന കണ്ടു. മോളെ, ഞാൻ മുകളിലോട്ടൊന്ന് പോയിട്ട് വരട്ടെ. ആ കുട്ടിയെ ഒന്ന് കാണണം എനിക്ക്. അമ്മ പോയിട്ട് വാ. നീ വരുന്നോ? ഇല്ല, എനിക്കൊന്ന് കിടക്കണം. യമുന തനിച്ചാണ് മുകളിലേക്ക് പോയത്. അവരെ സന്തോഷപൂർവ്വം സ്വാതി സ്വീകരിച്ചു. അവളെക്കുറിച്ച് യമുന കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. 2 പേരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് വാതിൽ തുറന്ന് ആദർശ് കയറി വന്നത്. പിന്നാലെ സുലോചനയും രാമദാസും ഉണ്ടായിരുന്നു. അവരെ കണ്ട് യമുന ഞെട്ടലോടെ പെട്ടെന്ന് എഴുന്നേറ്റു. രാമദാസും സുലോചനയും വിശ്വസിക്കാനാവാതെ യമുനയെ നോക്കി. ആദർശും ഒന്ന് പകച്ചു. ഗാഥയുടെ അമ്മ അവിടെയുണ്ടാവുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒന്നും മനസ്സിലാകാതെ രാമദാസിനെയും സുലോചനയെയും സ്വാതി സ്വീകരിച്ചു. അച്ഛനമ്മയും വരൂ. ആദർശേട്ടനെ എവിടെ വെച്ച് കണ്ടു? ഞാൻ പറഞ്ഞതാ, വീടറിയാമല്ലോ, 2 പേരും വന്നോളുമെന്ന്. രാമദാസിൻ്റെയും സുലോചനയുടെയും കണ്ണുകൾ യമുനയിലാണെന്ന് അപ്പോഴാണ് അവൾ കണ്ടത്.
ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന ഗാഥയുടെ അമ്മയാണ്. ഏറെ എന്നെ പരിചയപ്പെടാൻ വന്നതാ. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ യമുനയെ അവർക്ക് പരിചയപ്പെടുത്തി. വേണ്ടാത്ത വാക്കുകളൊന്നും അമ്മയുടെ നാവിൽ നിന്ന് വീഴരുതേ എന്ന് ആദർശ് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. നിങ്ങൾ സംസാരിക്കും മോളെ, ഞാൻ പിന്നെ വരാം. ഒരു തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട യമുന വെളിയിലേക്ക് ഇറങ്ങി. തിടുക്കത്തിൽ താഴേക്കിറങ്ങി. അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്ത് എന്താണ് ഇത്ര ഗൗരവഭാവം എന്ന് സ്വാതി അത്ഭുതപ്പെട്ടു. അച്ഛനല്ലേ ഡ്രൈവ് ചെയ്തത്? വഴി തെറ്റിയാലോ എന്ന് പേടിച്ചാ ഞാൻ ഇടപ്പള്ളിയിലേക്ക് പോയത്. പക്ഷേ അച്ഛൻ കൃത്യമായ റൂട്ടിൽ തന്നെ വന്നു. അന്തരീക്ഷത്തിന് ഒരു അയവ് വരുത്താൻ വേണ്ടി ആദർശ് പറഞ്ഞു. എന്നിട്ടും രാമദാസും സുലോചനയും സ്വാതിയുടെ എന്തെങ്കിലുമൊന്നോ മിണ്ടാനോ ഒന്ന് പുഞ്ചിരിക്കാൻ പോലുമോ കൂട്ടാക്കിയില്ല. സ്വാതി ചായ എടുക്ക്. രണ്ടുപേരും വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഏതാണ്ട് കഴിച്ചതേയുള്ളൂ. അവർ റെസ്റ്റ് എടുക്കട്ടെ. അവളെ ഒഴിവാക്കാനായി ആദർശ് പറഞ്ഞു. ഇപ്പോൾ ചായ കൊണ്ടുവരാം. സ്വാതി കിച്ചണിലേക്ക് പാഞ്ഞു. രാമദാസും സുലോചനയും മെല്ലെ സെറ്റിയിലേക്ക് ഇരുന്നു. എങ്കിലും അവരുടെ കണ്ണുകൾ ആദർശിലായിരുന്നു. അത് കണ്ട് അയാൾ കിച്ചണിലേക്ക് പോകാൻ ഒരു ശ്രമം നടത്തി. നില്ലട അവിടെ. പെട്ടെന്ന് ചാട്ടവാർ വീശുന്ന മൂർച്ചയിൽ സുലോചനയുടെ ആജ്ഞ വന്നു. ആദർശ് ഉടൻ നിന്നു. എന്താ പാടാ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഏതിൻ്റെ? അയാൾ മനസ്സിലായില്ലെന്ന് മട്ട് നടിച്ചു. ആ തേവിടിച്ച് എന്തിനാണ് ഇവിടെ വന്നതെന്ന്. സുലോചനയുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. അമ്മേ, ഒന്ന് പതുക്കെ പറ. സ്വാതി കേൾക്കണ്ട. ആദർശ് അപേക്ഷിച്ചു. ആര് കേട്ടാലും എനിക്കൊന്നുമില്ല. എന്തിനാ അവളിവിടെ വന്നതെന്ന്. നിന്റെ അച്ഛൻ്റെ സ്വഭാവം നിനക്കും കിട്ടിയിട്ടുണ്ടോ? രാമദാസ് നിസ്സഹായതയോടെ നിശബ്ദനായി ഇരുന്നതേയുള്ളൂ. അമ്മേ, താഴത്തെ നിലയിൽ താമസിക്കുന്നത് ഗാഥയും ഹസ്ബൻഡുമാണ്. ശ്യാംകുമാർ ഒരു ട്രെയിനിങ്ങിന് പൂനെയിൽ പോയതുകൊണ്ട് കൂട്ടിന് അവളുടെ അമ്മ വന്നതാണ്. അപ്പോൾ രണ്ടുപേരും ഒത്തോണ്ടാണോ ഒരേ വീടിൻ്റെ താഴത്തെ നിലയും മുകളിലത്തെ നിലയും വാടകയ്ക്കെടുത്തത്? അവരാണമ്മേ ആദ്യം വന്നത്. സ്വാതിയുടെ ബാങ്കിൽ നിന്ന് വിവരം കിട്ടിയതനുസരിച്ചാണ് മുകളിലത്തെ ഈ നില ഞങ്ങൾ വാടകയ്ക്കെടുത്തത്. ഇവിടെ വന്നപ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത്. നീ ഉരുണ്ട് കളിക്കേണ്ട ആദർശേ. നിന്റെ കുറ്റമായിരിക്കത്തില്ല. അവൾ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് നീ അപ്സ്റ്റേഴ്സ് വാടകയ്ക്കെടുത്തത് അല്ലേ? എന്നും തമ്മിൽ കാണാമല്ലോ. പഴയ ബന്ധം തുടരുകയും ചെയ്യാം. പരിഹാസത്തോടെ സുലോചന പറഞ്ഞു. അമ്മേ, ഒന്ന് ശബ്ദം കുറയ്ക്കേ. സ്വാതി ഇതുവരെ അത് കേട്ടാൽ. ആദർശ് അസ്വസ്ഥനായി. കല്യാണം കഴിഞ്ഞ് അന്തസ്സോടെ താമസിക്കുന്ന ഒരു എഞ്ചിനീയറാണ് നീ. നിന്റെ ഭാര്യ ഒരു ബാങ്ക് ഓഫീസറാണ്. അവൾ അത്ര മണ്ടിയൊന്നും വിചാരിക്കല്ലേ. നിന്റെ കള്ളത്തരം വലതും അവൾക്ക് മനസ്സിലായാൽ അതോടെ തീർന്നു നിന്റെ ജീവിതം. മുന്നറിയിപ്പ് പോലെയാണ് സുലോചന പറഞ്ഞത്. അമ്മേ, ഇതൊന്നും ആരും പ്ലാൻ ചെയ്തതല്ല. യാദൃശ്ചികമായി സംഭവിച്ചതാണ്. അവളുടെ ഹസ്ബൻഡും ഞാനും നല്ല ഫ്രണ്ട്സാണിപ്പോൾ. പഴയതൊന്നും തുടരാൻ അവൾക്കോ എനിക്കോ ഒട്ടും താല്പര്യമില്ല. അമ്മ ഇത് വിശ്വസിക്കണം. ആദർശ് അപേക്ഷിച്ചു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ രണ്ടു പേർക്കും തോന്നും. ജീവിതം ഞാൻ കുറേ കണ്ടവളെ മോനെ. ഇത് നേരെ ചൊവ്വേ പോകത്തില്ല. എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് താമസം മാറ്റണം. പക്ഷേ സാദിയോട് എന്ത് കാരണം പറയും? ഒരു ഫ്ലാറ്റ് മേടിക്കേ, എന്നിട്ട് അങ്ങോട്ട് മാറ്. സുലോചന പോംവഴി പറഞ്ഞു. അതിനൊക്കെ ഒരുപാട് കാശ് വേണം. എൻ്റെ കയ്യിൽ അത്രയ്ക്കൊന്നുമില്ല. അവളോട് പറ ഒരു ഹൗസ് ലോൺ എടുക്കാൻ. ബാങ്ക് സ്റ്റാഫ് ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ പ്രൊബേഷൻ പീരീഡാണ്. 2 കൊല്ലം കഴിഞ്ഞിട്ടേ കൺഫർമേഷൻ കിട്ടൂ. അതിനു മുമ്പ് ലോൺ തരില്ല. എനിക്ക് അതൊന്നും അറിയണ്ട. എത്രയും വേഗം നീ ഇവിടുത്തെ പൊറുതി മതിയാക്കണം. സുലോചന ഉത്തരവിട്ടു. രാംദാസ് ഒരക്ഷരം പോലും മിണ്ടിയില്ല. എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ സുലോചനയുടെ നാവിൻ്റെ മൂർച്ച അനുഭവിക്കേണ്ടി വരുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ആദർശ് പിന്നെ അവിടെ നിന്നില്ല. അയാൾ കിച്ചണിലേക്ക് ചെന്നു. ചായക്കപ്പുകൾ കഴുകിയെടുത്ത് തുടച്ച് വൃത്തിയാക്കുകയായിരുന്നു അപ്പോൾ സ്വാതി. എന്തായിരുന്നു അമ്മയും മോനും കൂടി ഒരു ഹീറ്റഡ് ഡിസ്കഷൻ? പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമല്ലായിരുന്നു. ഒരു ഫ്ലാറ്റ് വാങ്ങി അങ്ങോട്ട് മാറിക്കൂടെ എന്ന് അമ്മ ചോദിച്ചു. വാടക കാശോ മതിയല്ലോ, മാസം തോറും ലോൺ അടയ്ക്കാൻ എന്നായിരുന്നു അമ്മയുടെ ലോജിക്ക്. പ്രൊബേഷൻ കഴിഞ്ഞാൽ സ്വാതിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ഫ്ലാറ്റ് മേടിച്ചിരുന്നത് നഷ്ടമൊന്നുമല്ലെന്ന് അമ്മ. വേണ്ട ചേട്ടാ, നമുക്കിവിടുന്ന് എങ്ങോട്ടും മാറണ്ട. വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു ഒതുങ്ങിയ സ്ഥലമാണിത്. തന്നെയുമല്ല ഈ വീടും എനിക്കിഷ്ടപ്പെട്ടു. ബാങ്കിലേക്ക് പോകാനും എളുപ്പം. അവൾ 2 കപ്പുകളിലേക്ക് ചായ പകർന്നു. ചേട്ടന് വേണോ ചായ? വേണ്ട, ഒരു കപ്പ് അധികമുണ്ട്, കുടിച്ചോ. സ്വാതി ചായയുമായി സിറ്റിംഗ് റൂമിലേക്ക് ചെന്നു. അവളെ കണ്ട രാംദാസിൻ്റെയും സുലോചനയുടെയും സംസാരം പെട്ടെന്ന് നിന്നു. രേണു ചേച്ചി സുഖമായിരിക്കുന്നു അമ്മേ? 2 പേർക്കും ചായ കൊടുത്തിട്ട് അവൾ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല മോളെ. അവൾക്കും വരണമെന്നുണ്ടായിരുന്നു. ഞാനാ പറഞ്ഞത് ഈ അവസ്ഥയിൽ ദൂരയാത്രയൊന്നും വേണ്ടാന്ന്. ഇതിപ്പം 7ാം മാസമല്ലേ? അതെ, എന്നിട്ടും വയറിന് നല്ല വലിപ്പം. സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഞ്ഞേ ഉള്ളൂ. അല്ലെങ്കിൽ ഇരട്ടയാണെന്ന് വിചാരിച്ചേനെ. പണ്ടൊക്കെ പ്രസവിക്കുമ്പോഴേ അറിയൂ ഒന്നേ ഉള്ളോ അതോ ഒന്നുകൂടെ ഉണ്ടോയെന്ന് സുലോചന പറഞ്ഞു. സ്വാതി ചിരിച്ചു. ട്രെയിനിങ് പീരീഡ് ആണെന്നൊന്നും നോക്കണ്ട മോളെ. തൽക്കാലം കുഞ്ഞു വേണ്ടെന്നൊന്നും വയ്ക്കരുത്. അതൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കട്ടെ. അവൾക്ക് ലജ്ജ തോന്നി. അച്ഛൻ്റെ മുന്നിൽ വെച്ച് എത്ര കൂളായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. മോളെ, ഇന്ന് തന്നെ ഞങ്ങളങ്ങ് പോകും, പെട്ടെന്ന് രാംദാസ് പറഞ്ഞു. അതെന്താച്ചാ? 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നു ഇന്നലെ പറഞ്ഞിട്ട്. സ്വാതി പരിഭവിച്ചു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. രേണുക തനിച്ചേലേ വീട്ടിൽ. അക്കാര്യം ഓർക്കാതാ പറഞ്ഞത്. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പോകും. എന്നാലല്ലേ സന്ധ്യയ്ക്ക് മുമ്പ് അങ്ങെത്താൻ പറ്റൂ. പെട്ടെന്നുള്ള ഈ തീരുമാനത്തിന് പിന്നിൽ എന്തോ കാരണമുണ്ടെന്ന് സ്വാതിക്ക് തോന്നി. വഴക്കിട്ട് വന്ന പോലെയായിരുന്നു 2 പേരുടെയും വന്നു കയറിയ നേരത്തെ ഭാവം. അക്കാര്യം അവൾ ആദർശിനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ചോദിക്കുകയും ചെയ്തു. അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടാ? ഓർക്കാപ്പുറത്തുള്ള ആ ചോദ്യം കേട്ട് അയാളൊന്ന് പകച്ചു. എന്താ നീ അങ്ങനെ ചോദിച്ചത്?
എന്തോ അത്യാഹിതം സംഭവിച്ചതുപോലെയായിരുന്നു ഇവിടെ വന്നു കയറിയപ്പോൾ രണ്ടുപേരുടെയും മുഖം. ഗാഥയുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ. അവർ എന്ത് വിചാരിച്ചു കാണുമെന്നായിരുന്നു എൻ്റെ പേടി. പക്ഷേ ആ പാവശ്രീ അപ്പോൾ തന്നെ സ്ഥലം വിട്ടു. ഏയ്, അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒരേ കാര്യത്തിൽ രണ്ടുപേർക്കും പലപ്പോഴും വിഭിന്ന അഭിപ്രായങ്ങളായിരിക്കാമെന്നേ ഉള്ളൂ. അല്ലാതെ ആദർശ് ഒരു വിളറിയ ചിരിയോടെ പറഞ്ഞു. ആദർശ് എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അതേക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചില്ല. ഗാഥ ചെന്ന് നോക്കിയപ്പോൾ തലക്കുമ്പിട്ട് ബെഡിലിരിക്കുകയായിരുന്നു യമുന. അവൾക്ക് കാര്യം മനസ്സിലായി. അമ്മേ, അടുത്തേക്ക് ചെന്ന് അവൾ വിളിച്ചു. യമുന മെല്ലെ മുഖമുയർത്തി നോക്കി. അവരുടെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. അമ്മ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾ സ്നേഹത്തോടെ ചോദിച്ചു. ഒന്നുമില്ല മോളെ. ഒന്നുമില്ലെന്നൊന്നും പറയണ്ട. അമ്മ എന്തിനാ വെറുതെ പേടിക്കുന്നേ? ഇത് നമ്മൾ വാടകയ്ക്കെടുത്ത വീടാണ്. അതായത് നമ്മുടെ വീട്. നമ്മുടെ അനുവാദമില്ലാതെ ആരും മുറ്റത്ത് കാല് കുത്തത്തില്ല. ഇത് നമ്മുടെ മാത്രം മുറ്റമല്ലല്ലോ മോളെ. ഗാഥ അവിടെ തോറ്റുപോയി. അവർ കയറി വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉരുക്കിപ്പോയി മോളെ. അർഹതയില്ലാത്തിടത്ത് കയറി ചെല്ലാൻ പാടില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു. അതിലൊന്നും ഒരു കുഴപ്പവുമില്ലമ്മേ. നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആരെ പേടിക്കണം? ശരിയാ മോളെ. പക്ഷേ അമ്മ എഴുന്നേറ്റ് വാ. മണി 1:30 ചോറിനണ്ടേ? എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. ഗർഭിണിയെ വിശന്നിരുത്തിക്കൂടാ. യമുന എഴുന്നേറ്റ് ചെന്നു. ഗാഥയ്ക്ക് ഇപ്പോൾ എരിവും പുളിയുമുള്ള കറികളാണ് ഇഷ്ടം. മാങ്ങാച്ചാറും ഇഞ്ചിക്കറിയും ചെമ്മീൻ തീയലും അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. ഗാഥയ്ക്ക് ചോറ് വിളമ്പിക്കൊടുത്ത് യമുനയും കഴിച്ചു. 1 മാസം കഴിഞ്ഞല്ലേ ഇനി ശ്യാം വരൂ? അതെ. അതുവരെ ആരുടെയും സഹായമില്ലാതെ നിനക്കിവിടെ കഴിയാൻ പറ്റത്തില്ലല്ലോ മോളെ. എന്തു സഹായം? അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? പാല്, പച്ചക്കറി, മീൻ. അതൊക്കെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വരാം. അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ കിട്ടാത്ത ഒന്നുമില്ല. ആദർശിൻ്റെയും സ്വാതിയുടെയും സഹായം വരുമോന്നാണ് ഞാൻ ചോദിച്ചത്. അത് വേണ്ട മോളെ. അവരുമായി വലിയ അടുപ്പത്തിനൊന്നും പോകണ്ട, യമുന ഉപദേശിച്ചു. ആരിൽ നിന്ന് എന്ത് സഹായമാണ് നമുക്ക് ചില നേരത്ത് സ്വീകരിക്കേണ്ടി വരുന്നതെന്ന് അറിയാൻ പറ്റില്ലമ്മേ. എപ്പോഴും സ്വന്തക്കാരും ബന്ധുക്കളും നമ്മുടെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതല്ല മോളെ ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി ആദർശമായി ഇനി വലിയ അടുപ്പത്തിനൊന്നും പോകണ്ടാന്ന്. ഇല്ലമ്മേ, എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം കല്യാണത്തോടെ അവസാനിച്ചു. ഇപ്പോൾ ഞങ്ങൾ വെറും സുഹൃത്തുക്കളോ പരിചയക്കാരോ മാത്രമാണ്. പക്ഷേ അവന് അങ്ങനെയല്ലെങ്കിലോ? അതേക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ച് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. അമ്മ അതോർത്ത് പേടിക്കണ്ട. നീ എന്ത് പറഞ്ഞാലും എൻ്റെ പേടി മാറത്തില്ല. കാരണം ഞാനൊരു അമ്മയാണ്. തന്നെയുമല്ല, നീ കണ്ടതിൻ്റെ ഇരട്ടി ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മ പറയുന്നത്? മോളെ, എത്രയും വേഗം നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് താമസം മാറണം. അല്ലാതെ അമ്മയ്ക്ക് ഒരു മനസ്സമാധാനവും കിട്ടത്തില്ല. അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലമ്മേ. പക്ഷേ ഞാനിനി അധികം നാൾ ഇവിടെ കാണുകയില്ലല്ലോ. 7-ാം മാസത്തിൽ എന്നെ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകത്തില്ലേ? ആ ചടങ്ങ് നടത്തിയാലും 1-2 മാസം കൂടി ഓഫീസിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഡെലിവറി കഴിഞ്ഞാൽ പിന്നെയും ഒരു 6 മാസം ഞാനിവിടെ കാണത്തില്ല. പിന്നെ എന്ത് പേടിക്കാനാ? ഗാഥ പറഞ്ഞു കേട്ടപ്പോൾ യമുനയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടി. ചില ദുർവിധികൾ തലയ്ക്ക് മീതെ നിന്ന് എത്ര കാലം കഴിഞ്ഞാലും ഒഴിഞ്ഞു പോവുകയില്ല. കണ്ടില്ലേ രാമദാസും സുലോചനയും? ആ പേടി സ്വപ്നങ്ങൾ 10-22 വർഷം മുമ്പേ ഒഴിഞ്ഞു പോയതാണ്. പക്ഷേ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ്. അമ്മ പറഞ്ഞതോർത്ത് മോൾ വ്യാപരാതിപ്പെടണ്ട. ഈ സമയത്ത് മനസ്സിലൊരു സമാധാനക്കേട് ഉണ്ടാകരുത്. എപ്പോഴും സന്തോഷവതിയായിരിക്കണം. അത് കുഞ്ഞിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്, യമുന പറഞ്ഞു. എനിക്കങ്ങനെ അനാവശ്യമായ വേവലാതികളൊന്നുമില്ലമ്മേ. എൻ്റെ മനസ്സിനെ ഞാൻ അങ്ങനെ പാകപ്പെടുത്തിയിരിക്കുകയാണ്. എന്തു വന്നാലും ഞാൻ കുലുങ്ങുകയില്ല. ഗാഥയുടെ ആ വാക്കുകൾ ആത്മവിശ്വാസത്തിൻ്റെതായിരുന്നു. യമുനയ്ക്ക് അത് മനസ്സിലായി. അന്ന് രാത്രിയിൽ പൂനെയിൽ നിന്ന് ശ്യാംകുമാർ വിളിച്ചു. ഇവിടെ ട്രെയിനിങ് സെൻറ്ററിൽ തന്നെയാണ് ഹോസ്റ്റലും മെസ്സും. അതുകൊണ്ട് ഒന്നിനും പുറത്തേക്ക് പോകേണ്ടതില്ല. ഒരു റൂമിൽ 2 പേരുണ്ട്. എൻ്റെ റൂംമേറ്റ് ഒരു ബീഹാറിയാണ്. നല്ല റൂമൊക്കെയാണോ? ഗാഥ ചോദിച്ചു. പിന്നില്ലേ, ഹോട്ടൽ റൂം പോലെയാണ്. ടി വി ഇല്ലെന്നേ ഉള്ളൂ. കോമൺ റൂമിൽ ചെല്ലണം ടി വി കാണണമെങ്കിൽ. ആഹാരമോ? ഇന്ന് ചപ്പാത്തിയും ദാലുമായിരുന്നു. ഉച്ചയ്ക്ക് ചോറ് കിട്ടിയേക്കും. അമ്മ എന്ത് പറയുന്നു? അയാൾ തിരക്കി. അമ്മ ടി വി കാണുന്നു. വീട്ടിൽ നിന്ന് അത്യാവശ്യം കറികളൊക്കെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കാം. അമ്മ നല്ല കുക്കാണ്. അതെനിക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് മനസ്സിലായിട്ടുണ്ട്. ഞാൻ വരും മുമ്പേ അമ്മ പോകുമല്ലോ എന്ന സങ്കടമേ ഉള്ളൂ എനിക്ക്. എന്നാലും അമ്മ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും ചേട്ടാ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ആദർശിനോടോ സ്വാതിയോടോ പറയണം. ഒരു മടിയും വിചാരിക്കേണ്ട. വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആദർശിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. രാവിലെ അവരുടെ കാറിൽ പോയാൽ മതി. വൈകുന്നേരം ഓട്ടോ പിടിക്കാതെ പറ്റില്ലല്ലോ. എൻ്റെ കാര്യമോർത്ത് ശ്യാം ചേട്ടന് ഒരു വിഷമവും വേണ്ട. കുറേ നാളായി ഞാൻ എറണാകുളം സിറ്റിയിൽ വേറെ ആരുടെയും സഹായമില്ലാതെ ജീവിക്കുന്നവളല്ലേ. ഒക്കെ മാനേജ് ചെയ്യാനുള്ള ധൈര്യമുണ്ട് എനിക്ക്. ഗുഡ്. ഭാര്യമാരായാൽ ഇങ്ങനെ തന്നെ വേണം, അയാൾ കളി പറഞ്ഞു. കുറച്ച് തൻ്റെ ഇടമില്ലെങ്കിൽ ഇക്കാലത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റില്ല. അത് ശരിയാണ്. എന്നാലും ഞാനിവിടെ ദിവസങ്ങൾ എണ്ണി കഴിയും. ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് തീരുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ അവിടെ എത്തും. അത് മതി. അസ്വസ്ഥതകളൊന്നുമില്ലല്ലോ? ഇല്ല. അടുത്ത ചെക്കപ്പ് 14-ാം തീയതിയല്ലേ?
അതെ, അമ്മയും ഉണ്ടല്ലോ. അമ്മയുമൊത്ത് ഞാൻ പോയിക്കോളാം. നീ ഡ്രൈവിംഗ് പഠിക്കേണ്ടതായിരുന്നു. കാർ വെറുതെ കിടക്കുമല്ലേ, എവിടെ വേണമെങ്കിലും പോകാമായിരുന്നു. എൻ്റെ മണ്ടത്തരമാ. കല്യാണത്തിന് മുമ്പേ ലൈസൻസ് എടുക്കേണ്ടതായിരുന്നു. കാർ മേടിക്കുമെന്നോ കാറുള്ള ഭർത്താവിനെ കിട്ടുമെന്നോ സത്യത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നേയില്ല. അവൾ ചിരിച്ചു. അത് സാരമില്ല. ഈ സമയത്ത് ഡ്രൈവിംഗ് പഠിക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടറോട് ചോദിക്കാം. മണി 10 കഴിഞ്ഞില്ലേ? ഇനി ഉറങ്ങ്. അധികം ഉറക്കമൊഴിയരുത് കേട്ടോ. ശരി, നാളെ വിളിക്കാം. ശരി. ഒറ്റയ്ക്കായതുകൊണ്ട് അവൾ വെറുതെ ഓരോന്നൊക്കെ ചിന്തിച്ച് കിടന്നു. തൊട്ടുമുകളിലത്തെ മുറിയിൽ ആദർശം സാധ്യമുണ്ടെന്ന് അവൾക്കപ്പോൾ ഓർമ്മ വന്നു. പക്ഷേ അതൊരു വേദനയുണ്ടാക്കുന്ന ഓർമ്മയല്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആദർശ് മറ്റൊരു പെണ്ണിൻ്റെ ഭർത്താവ് മാത്രമാണ്, തൻ്റെ ആരുമല്ല. അവൾ എപ്പോഴോ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ അവൾ ഓഫീസിലേക്ക് പോകാനായി ഒരുങ്ങിയപ്പോഴാണ് സ്വാതി വന്ന് ഡോർബെൽ മുഴക്കിയത്. യമുന ചെന്ന് വാതിൽ തുറന്നു. എന്താ മോളെ, ഗാഥ റെഡിയായോ? കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. മോൾ ഈ സമയത്താണോ പോകാറുള്ളത്? അതെ, ബാങ്കിൽ നേരത്തെ ചെല്ലണം. അപ്പോഴേക്ക് ബാഗുമായി ഗാഥ വന്നു. പോകാം. ശരി. ആദർശ് കാർ ഇറക്കി നിർത്തിയിരുന്നു. സ്വാതി വന്നു, ഫ്രണ്ട് ഡോർ തുറന്നു, വണ്ടിയിൽ കയറി. ബാക്ക് സീറ്റിൽ ഗാഥയും ഇരുന്നു. അവർ പുറത്തേക്ക് പോകുന്നു നോക്കി യമുന നിന്നു. അറിയാതെ അവരിൽ നിന്ന് ഒരു നെടുവീർപ്പ് ഉയർന്നു. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് കാലം കാത്തു വെച്ചിരിക്കുന്നത്. ഇവിടെ നിർത്തിയാൽ മതി. ഇടപ്പള്ളി ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ഗാഥ പറഞ്ഞു. ആദർശ് കാർ നിർത്തി. അവൾ ഇറങ്ങി. വൈകുന്നേരം കാണാം സ്വാതി. സ്വാതി കൈവീശി കാട്ടി. ആദർശ് അവളെ ബാങ്കിൻ്റെ മുമ്പിൽ കൊണ്ടു ചെന്ന് വിട്ടു. ശ്യാം ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? കാറിൽ നിന്ന് ഇറങ്ങും മുമ്പ് സ്വാതി ചോദിച്ചു. എന്താണ്? ചേട്ടന് ഇനി എറണാകുളത്തേക്കല്ലേ പോകുന്നത്? ഗാഥയെ കൂടി കൊണ്ടുപോയാലെന്താ? വിശ്വാസം വരാതെ അയാൾ അവളെ നോക്കി. അവൾ പ്രഗ്നൻ്റ് അല്ലേ? ഈ സമയത്ത് പ്രൈവറ്റ് ബസ്സിലെ യാത്ര? അവളോട് ചോദിച്ചു നോക്ക്. വരുമെങ്കിൽ നാളെ മുതൽ എൻ്റെ കൂടെ കൊണ്ടുപോകാം. ഞാൻ ചോദിക്കാം. അവൾ ബാങ്കിലേക്ക് കയറിപ്പോയി. അയാൾ തിരിച്ചു പോയപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഗാഥയെ നോക്കി. അവളെ കണ്ടില്ല. ഏതെങ്കിലും ബസ്സിൽ കയറി അവൾ പോയി കാണുമെന്ന് അയാൾക്ക് മനസ്സിലായി. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ സ്വാതി ചെന്ന് ഗാഥയെ കണ്ടു. ഞാനൊരു കാര്യം പറയാൻ വന്ന ഗാഥയെ. ആദർശ് ചേട്ടൻ രാവിലെ എറണാകുളത്തിന് എന്നും പോകുന്നുണ്ടല്ലോ. ചേട്ടൻ്റെ കാറിൽ ഗാഥയ്ക്കും പോകാമല്ലോ. അത് അത് എന്ത് മറുപടി പറയണമെന്ന് അവൾക്ക് അറിവില്ലായിരുന്നു. ഞാൻ ആദർശ് ചേട്ടനോട് ചോദിച്ചു. ഗാഥയോട് സംസാരിക്കാൻ ചേട്ടൻ പറഞ്ഞതനുസരിച്ചാണ്. അവരുടെ സംസാരം കേട്ടുകൊണ്ട് യമുന നിൽക്കുന്നുണ്ടായിരുന്നു. അതേക്കുറിച്ച് ആലോചിക്കാൻ മോളെ. ശ്യാമിനോട് കൂടി ഒന്ന് ചോദിക്കണമല്ലോ. അവൻ്റെ അനുവാദം കൂടി ചോദിച്ചിട്ട് വേണ്ടേ? യമുന പറഞ്ഞു. അത് നേരാ. ശ്യാമിനോട് ചോദിച്ചിട്ട് മതി. ആദർശ് ചേട്ടന് ഒരു അസൗകര്യമോ ബുദ്ധിമുട്ടോ ഇല്ല. അക്കാര്യം ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. ശരി മോളെ. സ്വാതി മുകളിലേക്ക് കയറിപ്പോയി. നീ എന്ത് പറയുന്നു മോളെ? യമുന ചോദിച്ചു. വേണ്ടമ്മേ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. പക്ഷേ ഈ സമയത്ത് മുകളിൽ ആദർശം സ്വാതിയും താമസത്തിന് വന്നില്ലായിരുന്നെങ്കിൽ ഞാനെങ്ങനെ പോകുമായിരുന്നു? അത് നേരാ. എന്നാലും സഹായം വേണ്ട എന്ന് പറയുമ്പോൾ അവർ എന്തു വിചാരിക്കും? ആദർശിൻ്റെ കാറിൽ ഞാൻ പോകണമെന്നാണോ അമ്മ പറയുന്നത്? അല്ല മോളെ, അതൊരിക്കലും ശരിയല്ല. എന്തെങ്കിലും കാര്യം പറഞ്ഞു ഒഴിയാം. അന്ന് രാത്രി ഒന്നുറങ്ങി ഉണർന്നപ്പോൾ ഗാഥയ്ക്ക് അടിവയറ്റിൽ ചെറിയ വേദന തോന്നി. അവൾ മെല്ലെ എഴുന്നേറ്റിരുന്നു. അല്പനേരം അങ്ങനെ ഇരുന്നെങ്കിലും വേദന ശമിച്ചില്ല. യമുന അടുത്ത മുറിയിലായിരുന്നു. അമ്മയെ വിളിക്കാൻ വേണ്ടി അവൾ എഴുന്നേറ്റു. അപ്പോഴാണ് അവൾ ഇരുന്ന ഭാഗത്ത് ബെഡിൽ വൃത്താകൃതിയിൽ ചുവപ്പ് നിറഞ്ഞു കണ്ടത്. ചോരയുടെ നനവുള്ള ചുവപ്പ്. ഗാഥ ഞെട്ടി. ദൈവം ശിക്ഷിക്കുകയാണോ? ചലിക്കാനാവാതെ അവൾ നിന്നു. എഴുന്നേറ്റ് നിന്നപ്പോൾ കാലുകളിലൂടെ രക്തം താഴേക്ക് മെല്ലെ ഒഴുകുന്നത് ഗാഥയ്ക്ക് അറിയാൻ കഴിഞ്ഞു. അവൾ പെട്ടെന്ന് ബെഡിലേക്ക് ഇരുന്നു. അടുത്ത മുറിയിലാണ് അമ്മ ഉറങ്ങുന്നത്. അവിടെ വരെ നടന്നു ചെന്ന് അമ്മയെ വിളിക്കാൻ അവൾക്ക് ഭയം തോന്നി. ശരീരം അനങ്ങിയാൽ ബ്ലീഡിങ് കൂടിയാലോ? അമ്മേ, അവൾ ഉച്ചത്തിൽ വിളിച്ചു. വാതിൽ അടച്ചിരിക്കുകയായിരുന്നു. അത് കാരണം വിളിച്ചത് അടുത്ത മുറി വരെ ചെന്ന് കാണുകയില്ല. അമ്മേ, അമ്മേ, അവൾ കഴിയുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു. പക്ഷേ യമുന വിളി കേട്ടില്ല. രാത്രിയിലെ നിശബ്ദതയിൽ സീലിംഗ് ഫാനിൻ്റെ നേർത്ത ഒച്ചയുടെ അല്ലാതെ വേറൊന്നുമില്ല. അവളുടെ കണ്ണുകൾ ഭിത്തിയിലെ ക്ലോക്കിലേക്ക് ഉയർന്നു ചെന്നു. മണി 2 10 മിനിറ്റ്. നേരം വെളുക്കുന്നതുവരെ ഇങ്ങനെ ഇരുന്നാൽ തൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ബാക്കി കാണുകയില്ല. പെട്ടെന്നാണ് ഗാഥയ്ക്കൊരു ബുദ്ധി തോന്നിയത്. അവൾ എഴുന്നേൽക്കാതെ കൈനീട്ടി മേശപ്പുറത്തു നിന്ന് മൊബൈൽ എടുത്തു. എന്നിട്ട് യമുനയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഗാർഡിനെതിരെയിലായിരുന്നു യമുന. മൊബൈൽ ബെല്ലടിക്കുന്നത് അവർ കേട്ടില്ല. മൊബൈൽ വാതിലിന് നേരെ വലിച്ചെറിയാൻ തോന്നി ഗാഥയ്ക്ക്. എന്ത് സാധനമായാലും ആവശ്യത്തിന് ഉപകരിക്കുന്നില്ലെങ്കിൽ പിന്നെ. പെട്ടെന്ന് വാതിൽ തുറന്ന് ഉടക്കച്ചെലവോടെ യമുന മുറിയിലേക്ക് കയറി വന്നു. എന്തിനാ മോളെ വിളിച്ചേ? ഞാൻ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ബെല്ല് നിന്നു. അമ്മേ, എനിക്ക് തീരെ വയ്യ, ഗാഥ ആവശ്യത്തോടെ പറഞ്ഞു. എന്താ മോളെ, ബ്ലീഡിങ് ആണെന്ന് തോന്നുന്നു? എൻ്റെ ഈശ്വരന്മാരെ! ഞെട്ടലോടെ യമുന നെഞ്ചിൽ കൈവച്ചു. തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് എത്രയും ചെന്ന് ഹോസ്പിറ്റലിൽ പോകണം. പക്ഷേ വേറെ ആരുമില്ലാതെ നമ്മളെങ്ങനെ പോകും? എന്ത് ചെയ്യണമെന്നറിയാതെ യമുന നിന്നു. പെട്ടെന്നാണ് അവർക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ആദർശനൊന്ന് വിളിക്കട്ടെ മോളെ. വേറെ വഴിയൊന്നുമില്ലല്ലോ. ഗാഥ ഒരു നിമിഷം ചിന്തിച്ചു. ദൈവത്തിൻ്റെ തീരുമാനം വേറൊന്നാണെങ്കിലോ? ഈ കുഞ്ഞിനെ നിനക്കിനി ആവശ്യമില്ലെന്നോ ദൈവം തീരുമാനിച്ചു കാണില്ലെന്ന് ആർക്കറിയാം? അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നൊന്നും വിചാരിക്കേണ്ട മോളെ. അവർ മനുഷ്യരല്ലേ. അവളുടെ മറുപടിക്ക് കാക്കാതെ യമുന വേഗം
ഡ്രോയിങ് റൂമിലേക്ക് ചെന്നു. മുൻവാതിൽ തുറന്നു. വെളിയിലെ ലൈറ്റിട്ട് തിരക്കത്തിൽ കോണിപ്പടി കയറി മുകളിലെത്തി. സീറ്റോട്ടിൽ ഇരുട്ടായിരുന്നു. മങ്ങിയ വെളിച്ചത്തിൽ അവർ തപ്പിത്തടഞ്ഞു. കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് കണ്ടുപിടിച്ച് മണി മുഴക്കി. 2 തവണ ബെല്ലടിച്ചപ്പോഴാണ് ഉള്ളിൽ ലൈറ്റ് തെളിഞ്ഞത്. ആദർശിൻ്റെയും സ്വാതിയുടെയും സംസാരവും കേട്ടു. പെട്ടെന്ന് സീറ്റോട്ടിലെ ലൈറ്റ് തെളിഞ്ഞു. വാതിൽ തുറക്കപ്പെട്ടു. വെളിയിൽ പരിഭ്രാന്തിയായി നിന്നിരുന്ന യമുനയെ കണ്ട് ആദർശ് ഒന്ന് പകച്ചു. എന്താ അമ്മേ? ഗാഥയ്ക്ക് വയ്യ, ബ്ലീഡിംഗ് ഉണ്ട്. എത്രയും പെട്ടെന്ന്. അപ്പോഴേക്കും ആദർശിൻ്റെ പിന്നാലെ സ്വാതിയും വന്നു. യമുന പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടി. അയ്യോ, എപ്പോൾ തുടങ്ങി? അവൾ ചോദിച്ചു. അറിയില്ല മോളെ, ഒന്ന് ഉറങ്ങി ഉണർന്നപ്പോഴാണ്. ഏത് ഡോക്ടറെയാണ് ഗാഥ കൺസൾട്ട് ചെയ്യുന്നത്? ആദർശ് ചോദിച്ചു. അത് അവൾക്കേ അറിയൂ മോനെ. ഞങ്ങൾ ഉടൻ വരാം. അമ്മ താഴെ ചെന്ന് പോകാൻ തയ്യാറായിക്കോ, ആദർശ് പറഞ്ഞു. അമ്മേ, ഗാഥ ശരീരം അനക്കണ്ട, കിടന്നോട്ടെ. ഡ്രസ്സ് മാറാനൊന്നും ശ്രമിക്കണ്ട, സ്വാതി നിർദ്ദേശം കൊടുത്തു. ശരീരം അനങ്ങിയാൽ രക്തസ്രാവം കൂടുമെന്ന് അവൾ എവിടെയോ വായിച്ചത് ഓർമ്മ വന്നു. അപ്പോൾ ശരി മോളെ. യമുന വേഗം താഴേക്കിറങ്ങി. നൈറ്റിയാണ് അവർ ധരിച്ചിരുന്നത്. അവർ അത് മാറ്റി വേഗം സാരി എടുത്തെടുത്തു. ഹാൻഡ് ബാഗ് എടുത്ത് പേഴ്സിലെ പണം പരിശോധിച്ചു. കുറവാണ്, പക്ഷേ കയ്യിൽ കാർഡുണ്ട്. ഗാഥ അപ്പോഴും കിടക്കുകയായിരുന്നു. മോളെ, നിങ്ങൾ ഏതോ ഡോക്ടറെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? യമുന ചെന്ന് ചോദിച്ചു. ഡോക്ടർ മോളി ചാക്കോ. ഏത് ഹോസ്പിറ്റലാ? ക്രസൻറ്റ്. ഇടപ്പള്ളി കഴിഞ്ഞിട്ടാ ഹൈവേയിൽ. ആദർശ് ചോദിച്ചു. അങ്ങോട്ട് പോകാൻ വേണ്ടിയാ? അപ്പോഴേക്കും സ്വാതി വന്നു. അവൾ നൈറ്റി മാറി ചുരിദാർ ധരിച്ചിരുന്നു. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതും വേണം ഗാഥേ. OP ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഫയലെടുക്കാൻ എളുപ്പമാണ്, സ്വാതി പറഞ്ഞു. ആ കബോർഡിൻ്റെ 2ാമത്തെ തട്ടിൽ ഒരു നീല ഫയലുണ്ട്, അതിങ്ങെടുത്തേ, ഗാഥ പറഞ്ഞു. കബോർഡ് തുറന്ന യമുന നീല നിറത്തിലുള്ള ഫയലെടുത്തു. അതിൽ പ്രിസ്ക്രിപ്ഷനുകളും ബ്ലഡ് ടെസ്റ്റിൻ്റെയും ഒക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആദർശ് ചേട്ടൻ പറയുന്നത് കാറിൽ പോകുന്നത് റിസ്ക്കാണെന്ന്. നമുക്ക് ആംബുലൻസ് വരുത്താം. പക്ഷേ അത്രയും സമയം കൂടി ലേറ്റാകത്തില്ലേ മോളെ? യമുന സംശയിച്ചു. കാറിലാവുമ്പോൾ ഇരിക്കാനല്ലേ പറ്റൂ? അത് വേണ്ടമേ, പേടിക്കണ്ട. ഗാഥയ്ക്കൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ആദർശ് വെളിയിലുണ്ടായിരുന്നു. സ്വാതി കൊണ്ടുചെന്ന് കൊടുത്ത ക്രസൻറ്റ് ഹോസ്പിറ്റലിൻ്റെ ഫയലിൽ നിന്ന് ഫോൺ നമ്പർ എടുത്ത് അയാൾ ആംബുലൻസിന് വേണ്ടി വിളിച്ചു. സാറിൻ്റെ നമ്പർ പറയൂ, കാഷ്വാലിറ്റിയിലുണ്ടായിരുന്ന ഡ്യൂട്ടി നേഴ്സ് ആവശ്യപ്പെട്ടു. ആദർശ് അയാളുടെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്തു. ആംബുലൻസ് ഉടൻ തന്നെ അയക്കാം സാർ. ഡ്രൈവർ വിളിക്കും. അപ്പോൾ കൃത്യമായി വഴി പറഞ്ഞു കൊടുക്കണം. ഓക്കെ, താങ്ക് യു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡ്രൈവറുടെ വിളി വന്നു. ആദർശ് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. ഗേറ്റിന് വെളിയിൽ ഞാനുണ്ടാവും, വേഗം വരൂ. സ്വാതിയോട് വിവരം പറഞ്ഞിട്ട് അയാൾ ചെന്ന് ഗേറ്റ് മലർക്കെ തുറന്നു വെച്ചു. ഗാഥയുടെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുതേ എന്ന് ആദർശ് മനസ്സുരുകി പ്രാർത്ഥിച്ചു. അയാളുടെ ആദ്യത്തെ കുഞ്ഞാണ്. ശ്യാംകുമാർ സ്ഥലത്തുമില്ല. അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയാനെ എന്ന് വിചാരിക്കും. ആദർശ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റോഡിൻ്റെ വിജനതയെ ഭേദിച്ചുകൊണ്ട് ഹെഡ്ലൈറ്റുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ആംബുലൻസ് ചീറിപ്പാഞ്ഞു വന്നു. അത് കണ്ട് അയാൾ റോഡിലേക്ക് അല്പം കയറി നിന്ന് കൈകയറ്റി. ക്രസൻറ്റ് ഹോസ്പിറ്റലിൻ്റെ പേരുള്ള ആംബുലൻസ് അയാളുടെ അടുത്ത് വന്ന് നിന്നു. ഇതാണ് വീട്, കയറിക്കോളൂ, ആദർശ് ഡ്രൈവറോട് പറഞ്ഞു. ആംബുലൻസ് ഗേറ്റിനുള്ളിലേക്ക് കയറി. വീടിൻ്റെ മുമ്പിലേക്ക് ചെന്ന് കഴിയുന്നത്ര ചേർന്ന് നിന്നു. ഡ്രൈവർ വണ്ടിയുടെ പിൻവാതിൽ തുറന്നു. സ്ട്രെച്ചർ വെളിയിലെടുക്കുവാൻ ആദർശ് അയാളെ സഹായിച്ചു. പേഷ്യൻ്റ് എവിടെയാണ് സാർ? ബെഡ്റൂമിലാണ്, വരൂ. അവർ ചെന്നപ്പോൾ ഗാഥ കണ്ണുകളടച്ച് നീണ്ടു നിവർന്ന് നിശ്ചലയായി കിടക്കുകയായിരുന്നു. അവളുടെ കൈ എടുത്തു പിടിച്ച യമുന അടുത്തിരിക്കുന്നു. അമ്മ മാറൂ, ഞങ്ങൾ ഗാഥയെ എടുക്കുകയാണ്, ആദർശ് പറഞ്ഞു. യമുന എഴുന്നേറ്റ് മാറി. ആദർശും ഡ്രൈവറും കൂടി ഗാഥയെ മെല്ലെ പൊക്കിയെടുത്ത് സ്ട്രെച്ചറിലേക്ക് കിടത്തി. അവർ 2 പേരും കൂടിയാണ് അവളെ ആംബുലൻസിലേക്ക് കൊണ്ടുപോയത്. നിറഞ്ഞ തുളുമ്പുന്ന കണ്ണുകളോടെ ഗാഥ അപ്പോൾ ആദർശിനെ ഒന്ന് നോക്കിയത് അയാൾ കണ്ടു. സ്നേഹം സ്ഫുരിക്കുന്ന ആ നോട്ടം അയാളുടെ ഹൃദയത്തിലെവിടെയോ ചെന്ന് കൊളുത്തി വലിച്ചു. സ്വാതിയെ അമ്മയെ ആംബുലൻസിൽ കയറിക്കോളൂ, ഞാൻ പിന്നാലെ വരാം, അയാൾ പറഞ്ഞു. വീട് പൂട്ടി താക്കോൽ അയാൾ യമുനയെ ഏൽപ്പിച്ചു. അവർ അത് ബാഗിൽ വെച്ചു. ഗേറ്റടിച്ച് അയാൾ കാറിൽ ആംബുലൻസിൻ്റെ പിന്നാലെ ചെന്നു. 15 മിനിറ്റ് എടുത്തില്ല. അതിനു മുമ്പ് ക്രസൻറ്റ് ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയുടെ മുൻപിൽ ചെന്ന് ആംബുലൻസ് നിന്നു. പിന്നാലെ ആദർശിൻ്റെ കാറും. പാതിരാത്രി കഴിഞ്ഞതിനാൽ പരിസരത്ത് ആരും ഉണ്ടായിരുന്നില്ല. വെള്ള പെയിൻ്റടിച്ച വലിയ 3 നില കെട്ടിടമായിരുന്നു ക്രസൻറ്റ് ഹോസ്പിറ്റൽ. ആംബുലൻസ് ചെന്ന് നിന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ നിന്ന് യൂണിഫോം ധരിച്ച 2 അറ്റൻഡർമാർ വന്നു. സ്ട്രെച്ചെടുത്ത് ഗാഥയെ വേഗം ഉള്ളിലേക്ക് കൊണ്ടുപോയി. സ്വാതിയും ചെല്ല്, ആദർശ് പറഞ്ഞു. യമുനയും സ്വാതിയും ഒപ്പം ചെന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർ അനിതയാണ് ഗാഥയെ പരിശോധിച്ചത്. ഉടൻ തന്നെ ഡോക്ടർ മോളി ചക്കയെ വിളിച്ച് വിവരം അറിയിച്ചു. ഡോക്ടർ മോളി ചക്കയുടെ നിർദ്ദേശപ്രകാരം 2 ഇഞ്ചക്ഷൻ അപ്പോൾ തന്നെ ഗാഥയ്ക്ക് കൊടുത്തു. പേടിക്കേണ്ട മോളി മാഡം രാവിലെ വന്ന് നോക്കും, ഡോക്ടർ അനിത പറഞ്ഞു. ഡോക്ടർ വെറുതെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ഗാഥയ്ക്ക് തോന്നി. പോകാനുള്ളതെല്ലാം പോയി കഴിഞ്ഞു എന്നായിരുന്നു അവളുടെ തോന്നൽ. എന്തായാലും നാളെ വന്ന് ഡോക്ടർ എക്സാമിൻ ചെയ്യട്ടെ. അതുവരെ ഇനി വേറൊന്നും ചെയ്യാനില്ല. ഗാഥ പതിയെ ഒരു മയക്കത്തിലേക്ക് വഴുതി വീണു. മോളിനി പോയിക്കോ, വെറുതെ ഉറക്കം വഴിയണ്ട. നാളെ ബാങ്കിൽ പോകാനുള്ളതല്ലേ. ഇനി സമാധാനമുണ്ട്. എന്തായാലും ഹോസ്പിറ്റലിലാണല്ലോ, യമുന പറഞ്ഞു. അത് സാരമില്ലമ്മേ, ഞാൻ ചെന്ന് ചേട്ടനോട് വിവരം പറഞ്ഞിട്ട് വരാം. സ്വാതി വന്ന് നോക്കിയപ്പോൾ സന്ദർശകർക്ക് വിശ്രമിക്കാനുള്ള ചെറിയ ഹാളിലെ ഒഴിഞ്ഞ കസേരകളിലൊന്നിൽ ആദർശ് ഇരിക്കുന്നുണ്ടായിരുന്നു.
ഡോക്ടർ എന്ത് പറഞ്ഞു? അവൾ ചെന്നപ്പോൾ ഉത്കണ്ഠയോടെ അയാൾ ചോദിച്ചു. ഡോക്ടർ മോളി ചാക്കോ നാളെ രാവിലെ വരൂ. ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞത് പേടിക്കാനൊന്നുമില്ലെന്നാ. അതൊന്നും വിശ്വസിക്കേണ്ട. ഇത്രയും ബ്ലഡ് പോയിട്ടും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ? ഡ്യൂട്ടി ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഒന്നുമല്ലല്ലോ. അയാൾ സംശയിച്ചു. അല്ല, എന്തായാലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു. ഇനി ആ ഖേദം വേണ്ട. ഗാദിയുടെ അമ്മ പറഞ്ഞത് നമ്മൾ പൊയ്ക്കൊള്ളാനാ. നമ്മളിനി നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമുക്ക് പോകാം ചേട്ടാ. ആദർശ് സ്വാതിയും വീട്ടിലേക്ക് മടങ്ങി. രാവിലെ ഗാഥ കണ്ണു തുറന്നപ്പോൾ യമുന അടുത്തുണ്ടായിരുന്നു. മയങ്ങാൻ കൊടുത്ത മരുന്നിൻ്റെ പിടിയിൽ നിന്ന് അവൾ പൂർണ്ണമായി വിമുക്തയായിരുന്നില്ല. അപ്പോൾ അവൾ യമുനയെ വീഴ്ച നോക്കി. നമ്മൾ എവിടെയാണമ്മേ? ഹോസ്പിറ്റലിലാ മോളെ. അപ്പോഴാണ് വലുത് കൈത്തണ്ടയിൽ ട്രിപ്പ് ഇട്ടിരിക്കുന്നത് അവൾ കണ്ടത്. എനിക്ക് എന്തു പറ്റി? അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് യമുനയ്ക്ക് മനസ്സിലായി. മോൾക്കൊന്നും പറ്റിയില്ല. പിന്നെന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ചെറിയൊരു വയറുവേദന ഇന്നലെ രാത്രിയിൽ. സാവധാനമെല്ലാം അവളുടെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നു. അമ്മേ, എൻ്റെ കുഞ്ഞ്. പെട്ടെന്ന് അവൾ ആന്തലോട് പറഞ്ഞു. മോളി ചാക്കോ ഡോക്ടർ ഇപ്പം വരും മോളെ. നീ ഒന്ന് സമാധാനപ്പെട്. അല്പനേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ മോളി ചാക്കോ വന്നു. അവർ വിശദമായി അവളെ പരിശോധിച്ചു. ഇന്നലെ എന്ത് ഫുഡാണ് കഴിച്ചത്? അവർ അവളോട് ചോദിച്ചു. സാധാരണ കഴിക്കുന്നതല്ലാതെ വിശേഷിച്ച് വേറൊന്നും? വയറെവിടെയെങ്കിലും തട്ടുകയോ വീഴുകയോ മറ്റു ചെയ്തോ? ഇല്ല ഡോക്ടർ. നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഗാഥയെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി. ഒപ്പം യമുനയും ചെന്നു. സ്കാനിങ് കഴിഞ്ഞ് അവർക്ക് അനുവദിച്ച് കിട്ടിയ മുറിയിലേക്കാണ് തിരിച്ചു കൊണ്ടുപോയത്. ഞാൻ ആരോടും ഒന്ന് വിളിച്ച് പറഞ്ഞില്ല മോളെ. എല്ലാവരെയും അറിയിക്കണ്ടേ? യമുന തിരക്കി. ശ്യാം ചേട്ടനെ തൽക്കാലം ഒന്നും അറിയിക്കണ്ട. ട്രെയിനിങ് അല്ലേ. ടെൻഷൻ അടിച്ച് അതിട്ടിട്ട് ഓടി വരാനും മതി. ശ്യാമിൻ്റെ വീട്ടിൽ പറയണ്ടേ? വേണം, അമ്മ പറഞ്ഞാൽ മതി. അപ്പോഴാണ് ഡോക്ടർ മോളി ചാക്കോ റൂമിലേക്ക് വന്നത്. സ്കാൻ റിപ്പോർട്ട് കിട്ടി. തൽക്കാലം പേടിക്കാനൊന്നുമില്ല. പക്ഷേ അടുത്ത 2 ആഴ്ചത്തേക്ക് ബെഡ് റെസ്റ്റ് വേണ്ടിവരും. യമുന തലകുലുക്കി. ആഹാരം കഴിക്കാൻ മാത്രമേ എഴുന്നേൽക്കാവൂ. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണ് വേണ്ടത്. അത് കഴിഞ്ഞാൽ എനിക്ക് ഓഫീസിൽ പോകാൻ പറ്റുമോ? അവൾ ചോദിച്ചു. അടുത്ത 2 ആഴ്ച നീണ്ട യാത്ര ഒഴിവാക്കുന്നത് ആണ് നല്ലത്. ബസ്സിലും ബൈക്കിലും കയറാൻ പാടില്ല. കാറിൽ ചെറിയ ദൂരമൊക്കെ ആകാം. അനീമിയുണ്ട്. രക്തമുണ്ടാക്കാനുള്ള ആഹാരം കഴിക്കണം. നാളെ വീട്ടിലേക്ക് വിടാം. ശരി ഡോക്ടർ. ഡോക്ടർ പോയി. എന്തായാലും തൽക്കാലം രക്ഷപ്പെട്ടു മോളെ. ആദർശവും സ്വാതിയും ഉണ്ടായിരുന്നതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ 2 പേരും മാത്രം എന്ത് ചെയ്തേനെ? അമ്മ 6 മണിയിലേക്ക് ഒന്ന് വിളിക്കേ, ഗാഥ പറഞ്ഞു. ഇപ്പം വിളിക്കാം മോളെ. ഹാൻഡ് ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് സൗമ്യ ടീച്ചറെ യമുന വിളിച്ചു. എന്താ യമുന ഇത്ര രാവിലെ? ടീച്ചർ ചോദിച്ചു. ഇന്നലെ രാത്രിയിൽ മോൾക്ക് പെട്ടെന്നൊരു... യമുന വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. അയ്യോ യമുനെ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? സംരംഭത്തോടെ സൗമ്യ ചോദിച്ചു. ഹോസ്പിറ്റലിൽ വന്ന ശേഷം നല്ല ആശ്വാസമുണ്ട്. ശ്യാമിനെ വിളിച്ച് പറഞ്ഞോ? ഇല്ല, മോൾ പറഞ്ഞു തൽക്കാലം അറിയിക്കണ്ടെന്ന്. വല്ല നാട്ടിലുമല്ലേ, വിഷമിക്കും. അത് നേരാ. ഞാൻ സാറിനോട് വിളിച്ച് പറയട്ടെ. ഞങ്ങൾ എത്രയും വേഗം വരാം. ശരി ടീച്ചറെ. ഗാഥ എല്ലാം കേട്ട് കിടക്കുകയായിരുന്നു. അവർ വരും മോളെ. നിനക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല. എന്നാലും വല്ലതും കഴിക്കണം. നല്ല ക്ഷീണമുണ്ട്. അമ്മ കാര്യം ചെന്ന് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാം. യമുന ചെന്ന് ബാഗിൽ നിന്ന് പേഴ്സ് എടുത്തപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടിയത്. അവർ ചെന്ന് കതക് തുറന്നു. ആദർശവും സ്വാതിയുമാണ് വന്നത്. ബാങ്കിൽ പോകാനുള്ള വേഷത്തിലായിരുന്നു സ്വാതി. ഡോക്ടർ വന്നോ അമ്മേ? അവൾ ചോദിച്ചു. വന്നു മോളെ. ബെഡ് റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ആദർശ് ചോദിച്ചു. ഇല്ല. ഗാഥയുടെ അടുത്തേക്ക് സ്വാതി ചെന്നു. പേടിച്ചു പോയി അല്ലേ? പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ ഗാഥ മറുപടി ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ 2 പേരില്ലായിരുന്നെങ്കിൽ, യമുന നന്ദിയോടെ പറഞ്ഞു. ഇത്തരം ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും സഹായത്തിന് കാണുമമ്മേ. രാവിലെ വല്ലതും കഴിച്ചോ നിങ്ങൾ? ആദർശ് ചോദിച്ചു. ഇല്ല മോനെ, ഞാൻ കാന്റീനിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു. അമ്മ ഇവിടെ ഇരിക്കേ, ഞാൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാം. ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയതല്ലേ? രാവിലെ സ്വാതി പറഞ്ഞപ്പോഴോ ഓർത്തത്. അത്യാവശ്യത്തിന് പ്ലേറ്റുകളും ഫ്ലാസ്കുകളും ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാറിലാണ്. ആദർശ് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. മോൾക്ക് ബാങ്കിൽ പോകാൻ സമയമായില്ലേ? യമുന ചോദിച്ചു. ഇല്ലമ്മേ, 1/2 മണിക്കൂർ സമയമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇവിടുന്ന് 5 മിനിറ്റ് പോലും വേണ്ടല്ലോ. ഗാഥയുടെ അടുത്ത് കസേരയിൽ സ്വാതിയിരുന്നു. ഗാഥയ്ക്ക് മനസ്സിൽ നല്ല ആശ്വാസം തോന്നി. ദൈവം വെറുതെ ഒന്ന് പേടിപ്പിച്ചതോ ഓർമ്മപ്പെടുത്തിയതോ ആണ്. അത്ര ക്രൂരനൊന്നുമല്ല. ആദർശിനെ കുറിച്ച് ഓർത്തപ്പോഴും അവൾക്ക് സന്തോഷം തോന്നി. തന്നെക്കാൾ എന്തുകൊണ്ടും നല്ല പെണ്ണാണ് സ്വാതി. സ്നേഹമുള്ളവളും ഭർത്താവിൻ്റെ ആഗ്രഹമനുസരിച്ച് പ്രവർത്തിക്കുന്നവളുമാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതം എങ്ങനെയാണ്? ആഗ്രഹിച്ചത് പലതും കിട്ടുകയില്ല. കിട്ടുന്നത് ചിലപ്പോൾ ആഗ്രഹിച്ചതിനും മികച്ചതാവുകയും ചെയ്യും. ഫ്ലാസ്കിൽ ചായയും ഇടിയപ്പം പാഴ്സലായും അയാൾ കൊണ്ടുവന്നു. ഒരു പ്ലാസ്റ്റിക് ബാഗിൽ അത്യാവശ്യം പ്ലേറ്റുകളും ഗ്ലാസുകളും. സ്വാതി തന്നെ യമുനയ്ക്കും ഗാഥയ്ക്കും പ്ലേറ്റുകളിൽ ആഹാരം എടുത്തു കൊടുത്തു. ഗാഥയെ മെല്ലെ എഴുന്നേറ്റ് ഇരിക്കാനും സഹായിച്ചു. അവർ ചായ കുടിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടാണ് സ്വാതിയെയും കൊണ്ട് ആദർശ് പോയത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെയോ ചേട്ടനെയോ വിളിച്ചാൽ മതി. ഓക്കെ. പോകും മുമ്പ് അവൾ പറഞ്ഞു. ശ്യാമിൻ്റെ അച്ഛനും അമ്മയും വരും മോളെ. എന്നാലും എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളിക്കാം. അവർ പോയി. യമുന ചെന്ന് വാതിലടച്ചു. സീലിംഗ് ഫാനിലേക്ക് നോക്കി ഗാഥ നിശബ്ദയായി കിടന്നു. മോൾ എന്താണ് ആലോചിക്കുന്നത്? യമുന അടുത്ത് ചെന്ന് ചോദിച്ചു. ഒന്നുമില്ലമ്മേ. മോൾക്ക് നല്ല വിഷമമുണ്ട് അല്ലേ? എനിക്കറിയാം. എന്തിന്? അവൾ മുഖം തിരിച്ച് യമുനയെ നോക്കി.
ആദർശിൻ്റെ കാര്യത്തിൽ ഇല്ലമ്മേ. ആദർശ് എന്നോട് പറഞ്ഞതാ വീട്ടുകാരുടെ സമ്മതമില്ലെങ്കിലും നമുക്ക് രജിസ്റ്റർ മാരേജ് നടത്താമെന്ന്. ഞാനാണ് സമ്മതിക്കാഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബം. എൻ്റെ വീട്ടുകാരും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും എന്നോടൊപ്പമില്ലെങ്കിൽ പിന്നെ എല്ലാം നല്ലതിനായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷേ ആദർശിനെ വീണ്ടും കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല, യമുന പറഞ്ഞു. ഞാനും. അതുമാത്രമോ? ഇത്രയേറെ അടുപ്പവും. അവനിപ്പോഴും നിന്നോട് സ്നേഹമുണ്ട്. പെട്ടെന്ന് ഇല്ലാതാകുന്നതല്ലല്ലോ സ്നേഹം. തന്നെയുമല്ല ഞങ്ങൾ പിണങ്ങി പിരിഞ്ഞവരുമല്ലല്ലോ. പക്ഷേ പഴയ സ്നേഹം ഒരിക്കലും ഞങ്ങളുടെ ഫാമിലി ലൈഫിനെ ബാധിക്കാൻ പാടില്ലെന്ന് ഞങ്ങൾ പരസ്പരം തീരുമാനമെടുത്തിട്ടുണ്ട്, ഗാഥ പറഞ്ഞു. അത് നന്നായി മോളെ. ഒരിക്കലും ശ്യാമിന് ഒരു സംശയം പോലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ സ്വാതിക്കും. അവരെന്ത് പിഴച്ചു? രണ്ടുപേരും നല്ലവരാണ്. അവർക്ക് ദുഃഖമുണ്ടാകുന്ന ഒന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിക്കരുത്. ഇല്ല അമ്മേ. ഉച്ചയായപ്പോഴാണ് ആറന്മുളയിൽ നിന്ന് ഗോപാലകൃഷ്ണൻ സാറും സൗമിനി ടീച്ചറും പല്ലവിയും വന്നത്. അവർ വിവരങ്ങളെല്ലാം യമുനയോട് ചോദിച്ചു മനസ്സിലാക്കി. ഞങ്ങൾ വിചാരിച്ചു മോളെ ആറന്മുളയിലേക്ക് കൊണ്ടുപോകാമെന്ന് ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞു. അത് പറ്റില്ല സാറേ. യാത്ര പാടില്ല. രണ്ടാഴ്ച കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമേ എഴുന്നേറ്റിരിക്കാവൂ, യമുന പറഞ്ഞു. ഒരാളെ കൊണ്ട് മാത്രം പറ്റില്ലല്ലോ. ഞാൻ കൂടി ഇവിടെ നിൽക്കാൻ യമുനെ, സൗമിനി പറഞ്ഞു. ടീച്ചർക്ക് ലീവ് കിട്ടുമോ? കിട്ടിയാലല്ലേ പറ്റൂ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ? അത് സാരമില്ല. ഞാനും പല്ലവിയുമല്ലേ ഉള്ളൂ. ഞങ്ങൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ശനിയും ഞായറും ഞാനിങ്ങ് വരാൻ ചേച്ചി. പല്ലവി തയ്യാറായി. അതല്ലല്ലോ ഇപ്പോൾ പ്രധാന പ്രശ്നം. ശ്യാം വിളിക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റുമോ? സൗമ്യ ചോദിച്ചു. രാത്രിയിൽ ചെറിയ വയറുവേദന ഉണ്ടായി. ഡോക്ടറെ കാണിച്ചപ്പോൾ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ അഡ്വൈസ് ചെയ്തു എന്ന് തൽക്കാലം പറഞ്ഞാൽ മതി, ഗോപാലകൃഷ്ണൻ ഒരു നിർദ്ദേശം വെച്ചു. അതാണ് നല്ലതെന്ന് എല്ലാവർക്കും തോന്നി. ബ്ലീഡിംഗ് ഉണ്ടായി എന്നറിഞ്ഞാൽ അവൻ വല്ലാതെ പരിഭ്രമിക്കും. അത് നേരാ. വൈകുന്നേരം ഗോപാലകൃഷ്ണൻ സാറും പല്ലവിയും തിരിച്ചുപോയി. ബാങ്കിൽ നിന്നിറങ്ങിയപ്പോൾ സ്വാതിയും ആദർശും ഗാഥയെ കാണാൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അപ്പോൾ സൗമിനിയും യമുനയും ഉണ്ടായിരുന്നു അവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ ആദർശും സ്വാതിയും, യമുന അവരെ ടീച്ചർക്ക് പരിചയപ്പെടുത്തി. വലിയ നന്ദിയുണ്ട് മക്കളെ. ഫോൺ ചെയ്തപ്പം ശ്യാം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേരുടെയും കാര്യം. ആദർശിനെയും സ്വാതിയെയും കുറിച്ച് ടീച്ചർ കൂടുതൽ സംസാരിച്ച് മനസ്സിലാക്കി. അല്പനേരം കൂടി കഴിഞ്ഞിട്ടാണ് അവർ വീട്ടിലേക്ക് പോയത്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു രഹസ്യമുണ്ട് ചേട്ടാ, രാത്രിയിൽ കിടക്കാൻ തയ്യാറാകുമ്പോൾ സ്വാതി പറഞ്ഞു. എന്താണ്? നേരിയ ഭീതിയോടെ അയാൾ അവളെ നോക്കി. ഗാഥയുടെയും ശ്യാമിൻ്റെയും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അല്ലേ? അതെ. അവർ തമ്മിൽ മുൻപരിചയമില്ലായിരുന്നു. വിവാഹ പരസ്യം കണ്ടാണ്. അതേന്നാണ് ശ്യാം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഞാനൊരു രഹസ്യം പറയാം. ഗാഥയുടെ വയറ്റിൽ വളരുന്നത് ശ്യാമിൻ്റെ കുഞ്ഞല്ല. ആദർശൊന്നും ഞെട്ടി. നീ എങ്ങനെ അത്? ഇന്നലെ ക്രസൻറ്റ് ഹോസ്പിറ്റലിലെ ഫയലും കൊണ്ടല്ലേ പോയത്? അതിൽ കഴിഞ്ഞ ആഴ്ച എടുത്ത സ്കാൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം. പക്ഷേ ഭ്രൂണത്തിൻ്റെ വളർച്ച 4-ാം മാസം. ആദർശ് സ്തബ്ധനായിരുന്നു. അതായത് അവളുടെ മാരേജ് നടക്കുമ്പോൾ 1 മാസം ഗർഭമുണ്ടായിരുന്നു. ഭൂമി കീഴ്മേൽ മറിയുന്നത് പോലെ ആദർശിന് തോന്നി. ബെഡ്റൂമിൽ അരണ്ട വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ആദർശിൻ്റെ മുഖത്ത് തെളിഞ്ഞ നടുക്കം സ്വാതി കണ്ടില്ല. ഏയ്, ഗാഥ അത്രയും ചീത്ത പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ദുർബലമായ സ്വരത്തിൽ അയാൾ പറഞ്ഞു. ചീത്ത പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ചേട്ടാ. ഗാഥയ്ക്ക് ചിലപ്പോൾ ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നിരിക്കണം. അവർ തമ്മിൽ അടുത്തിടപഴകി കാണും. ആദർശ് മിണ്ടിയില്ല. പക്ഷേ എനിക്ക് അതിലല്ല അത്ഭുതം. അങ്ങനെയൊരു സംഭവം നടന്നിട്ട് കൃത്യം 1.5 മാസം കഴിഞ്ഞപ്പോൾ ഗാഥയുടെ കല്യാണം നടന്നു. അവർ ബന്ധപ്പെടുന്ന സമയത്ത് കല്യാണം ഫിക്സ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ആലോചന നടക്കുന്നുണ്ടായിരുന്നു, സ്വാതി പറഞ്ഞു. മുറിയിൽ AC നേരത്തെ മോളിൽ മാത്രം. അവർ തമ്മിൽ അത്ര ഗാഢമായി സ്നേഹിച്ചിരുന്നത് കൊണ്ടല്ലേ ഗാഥ അതിനൊക്കെ സമ്മതിച്ചത്? പിന്നെ എന്തുകൊണ്ടാണ് അവർ തമ്മിലുള്ള മാരേജ് നടക്കാതെ പോയത്? അതേക്കുറിച്ചൊന്നും നീ അവളോട് ചോദിച്ചേക്കല്ലേ. അതും ഇത്തരമൊരു അവസ്ഥയിൽ. മാനസികമായി അവൾ തളർന്നു കഴിയുന്ന സമയമാണിത്, അയാൾ അഭ്യർത്ഥിച്ചു. ആദർശ് ചേട്ടൻ എന്താണ് ഈ പറയുന്നത്? ഞാനത്ര ഫൂളാണോ? ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കലും ഗാഥ അറിയുകയില്ല. ഞാനിപ്പം ചേട്ടനോട് പറഞ്ഞതേ ഉള്ളൂ. സ്നേഹിച്ച പുരുഷനെ അവൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. അതെന്തെങ്കിലും ആട്ടെ, നമുക്ക് നമ്മുടെ പാട്. പക്ഷേ സ്വാതിക്ക് അതങ്ങനെ അങ്ങ് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിഞ്ഞില്ല. അവൾ അഗാധമായി സ്നേഹിച്ച പുരുഷനാണ് ശ്യാംകുമാർ. അയാളും അവളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ജാതകപൊരുത്തം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവരുടെ വിവാഹം നടക്കാതെ പോയത്. ഇപ്പോഴും അവൾക്ക് ശ്യാമിനോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല. മറ്റൊരാളുടെ ഭാര്യ എന്ന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ലത് മാത്രമേ വരുത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ശ്യാമേട്ടനാണല്ലോ മറ്റൊരു പുരുഷൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച ഒരു പെണ്ണിനെ ഭാര്യയായി ലഭിച്ചത്. അത് വഞ്ചനയല്ലേ? ഒന്നും അറിയാതെ പാവം ശ്യാമേട്ടൻ. നീ എന്താണ് ആലോചിക്കുന്നത്? ആദർശ് പെട്ടെന്ന് ചോദിച്ചു. ഒന്നുമില്ല. എനിക്കൊരു സംശയം. എന്താണ്? ഈ സ്കാൻ റിപ്പോർട്ടിനെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കാമോ? അതൊരു യന്ത്രത്തിൻ്റെ കണക്കുകൂട്ടലല്ലേ? തെറ്റ് പറ്റിയെന്ന് വരാം, ആദർശ് വാദിച്ചു. മനുഷ്യർക്ക് തെറ്റുപറ്റാം, പക്ഷേ മെഷീന് തെറ്റുകയില്ല ചേട്ടാ. അങ്ങനെയല്ല സ്വാതി. ഒരിക്കൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെ
തൂക്കം നോക്കുന്ന മെഷീനിൽ നാണയം ഇട്ടിട്ട് എൻ്റെ വെയിറ്റ് നോക്കി. 74 കിലോ. അത്രയും തൂക്കം എനിക്ക് വന്നിട്ടേയില്ല. സംശയം കാരണം വേറൊരു മെഷീനിൽ അന്ന് തന്നെ തൂക്കം നോക്കി. അപ്പോൾ 73 കിലോ. അതായത് 1 കിലോഗ്രാമിൻ്റെ കുറവ്. താൻ എന്താണ് ഇങ്ങനെ തർക്കിക്കുന്നതെന്ന് ചിന്തിച്ചപ്പോൾ ആദർശിന് ഒരു മറുപടിയും കിട്ടിയില്ല. ഗാഥയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് തൻ്റേതാവണമെന്നില്ല എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ? വെയിറ്റ് നോക്കുന്ന മെഷീൻ പോലെയല്ല ചേട്ടാ കമ്പ്യൂട്ടർ. അതിന് വളരെ ആക്യുറേറ്റായ മെഷർമെൻറ്റ് തന്നെ കിട്ടും. കുഞ്ഞിൻ്റെ വളർച്ച, മാസം, ആഴ്ച, ദിവസം എന്നീ കണക്കിൽ കൃത്യമായിട്ട് തന്നെ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. കമ്പ്യൂട്ടറിന് പിശക് പറ്റുകയില്ല എങ്കിൽ ഈശ്വര, എൻ്റെ കുഞ്ഞ് ഗാഥയുടെ വയറ്റിൽ വളരുന്നു. ശരീരമാകെ ഒരു കോരിത്തരിപ്പ് ആദർശിന് അപ്പോൾ അനുഭവപ്പെട്ടു. എന്തുകൊണ്ട് ഗാഥ അത് തന്നിൽ നിന്ന് മറച്ചു വെച്ചു? താൻ അവകാശം പറഞ്ഞ് ചെല്ലുമെന്ന് വിഷമിച്ചിട്ടാണോ? ആ പേര് പറഞ്ഞ് അവളോട് വീണ്ടും വീണ്ടും അടുക്കാൻ ചെല്ലുമെന്ന് ഭയന്നിട്ടായിരിക്കുമോ? കിടന്നിട്ട് അയാൾക്ക് ഉറക്കം വന്നില്ല. ഗാഥയെ ആ നിമിഷം കാണണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കണം. ചേട്ടൻ എന്താണ് ആലോചിക്കുന്നത്? പെട്ടെന്ന് സ്വാതി ചോദിച്ചു. ഒന്നുമില്ല. ആളുകളൊക്കെ നമ്മൾ കാണുന്നത് പോലെ അത്ര പാവങ്ങളല്ല അല്ലേ ചേട്ടാ? അവർ എന്തെല്ലാം രഹസ്യങ്ങളാണ് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടുമോ? എന്താണ്? എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ അത്തരം വല്ല രഹസ്യവും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അയാളുടെ നേരെ തിരിഞ്ഞു കിടന്ന് കൈയെടുത്ത് നെഞ്ചിലേക്ക് വെച്ചു കളിമട്ടിൽ സ്വാതി ചോദിച്ചു. ഇതേ ചോദ്യം ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? വേണ്ട, ഒഴിഞ്ഞു മാറണ്ട, അവൾ പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ അതുപോലെ കാണുമെന്ന എൻ്റെ തോന്നൽ. മറ്റുള്ളവർ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ചില സംഭവങ്ങൾ. ശരിയല്ലേ? ശരിയാണ്. എന്നാൽ എൻ്റെ പൊന്നുമോൾ കിടന്നുറങ്ങാൻ നോക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആദർശിന് അന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറക്കത്തിൽ നിന്ന് ഉണർവിലേക്കും ഉണർവിൽ നിന്ന് ഉറക്കത്തിലേക്കും അയാൾ എടുത്തെറിയപ്പെട്ടു. പാതി മയക്കത്തിലും അയാൾ സ്വപ്നങ്ങൾ കണ്ടു. ഗാഥ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചെന്നും കുഞ്ഞ് അയാളെ നോക്കി അച്ഛ എന്ന് വിളിച്ചതുമാണ് അയാൾ ഏറ്റവും ഒടുവിൽ കണ്ട സ്വപ്നം. വാതിലിൽ ആരോ മുട്ടിയപ്പോൾ യമുനയാണ് ചെന്ന് വാതിൽ തുറന്നത്. രാവിലത്തെ റൗണ്ട്സിന് ഡോക്ടർ മോളി ചാക്കോ വന്നായിരുന്നു. ഡോക്ടറും അസിസ്റ്റൻസും മറ്റു 2 സിസ്റ്റർമാരും മുറിയിലേക്ക് കയറി വന്നു. ഗാഥ കിടക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ? അവളുടെ അടുത്തേക്ക് ചെന്ന് ഡോക്ടർ മോളി ചോദിച്ചു. വിശേഷിച്ചൊന്നുമില്ല ഡോക്ടർ, അവൾ പറഞ്ഞു. പിന്നെ ബ്ലീഡിങ് ചെയ്തില്ലല്ലോ? ഇല്ല. വെരി ഗുഡ്. ഇനി കുഴപ്പമില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. സൗമിനിയും ഉണ്ടായിരുന്നു മുറിയിൽ. ഇതാരാണ്? ടീച്ചറെ ഉദ്ദേശിച്ച് ഡോക്ടർ ചോദിച്ചു. ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അപ്പോൾ 2 അമ്മമാരുടെയും കെയർ കിട്ടുന്നുണ്ട്. വളരെ നല്ലത്. ശരീരം അധികം ഉലയാതിരിക്കാൻ നോക്കണം. അതുകൊണ്ടാണ് ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞത്. എന്നാലും അത്യാവശ്യത്തിന് അല്പം നടക്കാം. വീണു പോയാൽ താങ്ങാൻ ആരെങ്കിലും കൂടെ വേണമെന്നേയുള്ളൂ. സൗമിനിയും യമുനയും തലകുലുക്കി. ബ്ലഡ് ടെസ്റ്റിന് ഞാൻ എഴുതിയിട്ടുണ്ട്. വിളർച്ചുണ്ടോയെന്ന് നോക്കണം. ഉണ്ടെങ്കിൽ HB വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇന്നും സ്കാൻ ചെയ്യണം. നമ്മുടെ കുഞ്ഞ് സേഫാണെന്ന് ഉറപ്പിക്കണമല്ലോ. ശരി ഡോക്ടർ. എന്താ ആഹാരം വേണമെങ്കിലും കഴിക്കാം. തണുപ്പിച്ചത് ഒഴിവാക്കുന്നത് നല്ലത്. ചുമയോ തുമ്മലോ ഉണ്ടാവാൻ പാടില്ല. റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ പോയി. യമുന ചെന്ന് വാതിലടച്ചു. ഇപ്പം പ്രശ്നം അതല്ല. ശ്യാം വിളിക്കുമ്പോൾ എന്തു പറയും? കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? അവൻ പരിഭ്രമിക്കും, സൗമിനി പറഞ്ഞു. പറയണം. മറച്ചു വയ്ക്കുന്നത് ശരിയല്ല ടീച്ചറെ. യമുന പിന്താങ്ങി. കാര്യമൊന്നുമില്ലെങ്കിലും അവൻ വല്ലാതെ പേടിക്കും. എല്ലാം ഇട്ടെറിഞ്ഞ് വരുമോയെന്നാണ് എൻ്റെ സംശയം. ശ്യാം ചേട്ടനോട് ഞാൻ സംസാരിച്ചോളാം. ഞാൻ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്നും സുഖമായിരിക്കുമെന്നും ചേട്ടൻ വിചാരിച്ചോളും, ഗാഥ പറഞ്ഞു. അല്ല, അതിപ്പം മോളെയായിരിക്കും അവൻ വിളിക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ അവൻ വീട്ടിലേക്ക് ഇപ്പോൾ വിളിക്കാറില്ല, സൗമിനി വെളിപ്പെടുത്തി. അങ്ങോട്ട് വിളിച്ച് പറയുന്നതല്ലേ നല്ലത്? യമുന സംശയിച്ചു. അത് വേണ്ടമ്മേ. അങ്ങോട്ട് വിളിച്ച് പറയുമ്പോൾ എന്തോ സീരിയസ് സംഭവമാണെന്നേ ശ്യാം ചേട്ടൻ വിചാരിക്കൂ. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞാൽ മതി. അത് ശരിയല്ല മോളെ. ഇത് നിസ്സാരമല്ലല്ലോ. 2 ആഴ്ച ബെഡ് റെസ്റ്റ് വേണമെന്നും പിന്നെ 2 ആഴ്ച ഓഫീസിൽ പോകണ്ട എന്നും പറഞ്ഞാൽ കാര്യത്തിൽ ഗൗരവം അവന് പിടികിട്ടില്ലേ? യമുന ചോദിച്ചു. യമുന പറഞ്ഞതാണോ മോളെ ശരി? നമ്മൾ തന്നെ വിളിച്ച് പറയണം. അതാണ് ശരിയായ കാര്യം. അമ്മമാർ പറയുന്നത് അനുസരിക്കുന്നത് ആണ് നല്ലതെന്ന് ഗാഥയ്ക്ക് തോന്നി. അമ്മ ആ മൊബൈലെടുത്തേ, അവൾ ആവശ്യപ്പെട്ടു. ഹാൻഡ് ബാഗിൽ നിന്ന് മൊബൈലെടുത്ത് യമുന അവൾക്ക് കൊടുത്തു. അവൾ അപ്പോൾ തന്നെ ശ്യാമിനെ വിളിച്ചു. ഹലോ ഗാഥ. ശ്യാം ഉടൻ കോൾ എടുത്തു. ക്ലാസ് തുടങ്ങാറായോ? അവൾ ചോദിച്ചു. ഇല്ല, 9:30 ഞാനിപ്പോൾ മെസ്സിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. എന്താ ഇന്ന് രാവിലെ വിളിച്ചത്? ഒരു ചെറിയ കാര്യമുണ്ട്. എന്താണ്? ഇന്നലെ രാത്രിയിൽ എനിക്കൊരു വയറുവേദന ഉണ്ടായി. ബ്ലഡിൻ്റെ ചെറിയ നനവും. എന്നിട്ട് ഞാൻ പേടിച്ചു പോയി. അമ്മ ചെന്ന് ആദർശിനോട് പറഞ്ഞു. ആദർശും സ്വാതിയും കൂടെ ഞങ്ങളെ ഇവിടെ ക്രിസൻറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പരിശോധിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. 2 ആഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അത്രയേ ഉള്ളൂ. കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഇപ്പം വീട്ടിൽ വന്നോ അതോ? ഡിസ്ചാർജ് ചെയ്തില്ല. ചിലപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞേ വിടൂ. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പല്ലവിയും വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുണ്ട് ഇപ്പോഴിവിടെ. 2 അമ്മമാരും. ഞാൻ വരണോ ഗാഥ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശ്യാം ചേട്ടനെ അറിയിക്കണ്ടേന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ അമ്മമാരുടെ നിർബന്ധം കൊണ്ടാണ് ഇപ്പം. പിന്നെ ഇതൊക്കെ ഞാൻ അറിയണ്ടേ? ഒന്ന് നിസ്സാരമായി തള്ളിക്കളയരുത്. ബ്ലീഡിങ് ഉണ്ടായാൽ അത് അപകടമാണ്. ഏയ് അങ്ങനെയൊന്നുമില്ല.
എൻ്റെ പ്രസൻസ് അവിടെ ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കില്ലേ? ഞാൻ വരാം. ട്രെയിനിങ് അല്ല പ്രധാനം, ഞാൻ വരാം. തൽക്കാലം ശ്യാം ചേട്ടൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്നാൽ മതി. ഇവിടെ സഹായത്തിന് ആളുണ്ടല്ലോ. ആദർശിനെ ഞാൻ വിളിച്ചോളാം താങ്ക്സ് പറയാൻ. ആദർശില്ലായിരുന്നെങ്കിൽ നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിയാനെ. ഡിസ്ചാർജ് ചെയ്താൽ ആറന്മുളയ്ക്ക് പോകുന്നതാണ് നല്ലത്. അവിടെ എല്ലാവരും ഉണ്ടല്ലോ. യാത്രയൊന്നും പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതെയോ? എന്നാൽ പോകണ്ട. അമ്മ അതുവരെ അവിടെ കാണുമോ? ആരെങ്കിലും ഒരാൾ മതിയല്ലോ. അതോർത്ത് ശ്യാം ചേട്ടൻ വറി ചെയ്യണ്ട. ഒന്നുകിൽ ആറന്മുളയിലെ അമ്മ കാണും, അല്ലെങ്കിൽ ശൂരനാട്ടെ അമ്മ. ശരി കഥ, എനിക്ക് പോകാൻ സമയമായി, പിന്നെ വിളിക്കാം. ശ്യാംകുമാർ ഫോൺ കട്ട് ചെയ്തു. യമുന മൊബൈൽ വാങ്ങി മേശപ്പുറത്ത് വെച്ചു. ആ രീതിയിൽ സംസാരിച്ചത് നന്നായി മോളെ, അല്ലെങ്കിൽ എല്ലാം ഇട്ടെറിഞ്ഞ് അവനിങ്ങ് ഓടിപ്പോന്നേനെ. അത് ശരിയല്ലല്ലോ. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അത് പൂർത്തീകരിച്ചിട്ട് വേണം മടങ്ങാൻ, സൗമിനി പറഞ്ഞു. ടീച്ചറെ, ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാം. യമുന ഫ്ലാസ്ക് എടുത്തു. എനിക്ക് ചായ വേണ്ടമ്മേ, കാപ്പി കുടിക്കാനാണ് തോന്നുന്നേ, ഗാഥ പറഞ്ഞു. കാപ്പി മേടിക്കാം മോളെ. യമുന പോയി. ലീവിന് അപേക്ഷ കൊടുത്തോ മോളെ? സൗമിനി തിരക്കി. ഇല്ലമ്മേ, ഈ ആഴ്ച ലീവാണെന്ന് വിളിച്ച് പറഞ്ഞതേയുള്ളൂ. ഒരു മാസത്തെ മെഡിക്കൽ ലീവ് എടുക്കാം. ലീവ് ലെറ്ററും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയക്കണം. പോസ്റ്റ് ചെയ്താലും പോരെ? മതി. ആരെ ഇപ്പോൾ എറണാകുളത്ത് കൊണ്ടുപോയി കൊടുക്കാനുള്ളത്? ഗാഥ ഒന്നും മിണ്ടിയില്ല. ആദർശിനോട് പറഞ്ഞാൽ കൊണ്ടുചെന്ന് കൊടുക്കും. എറണാകുളത്ത് എന്നും പോകാറുള്ളതല്ലേ. തന്നെയുമല്ല, ഓഫീസും അറിയാം. യമുന കാൻറ്റീനിൽ നിന്ന് അപ്പവും മുട്ട റോസ്റ്റും കാപ്പിയും വാങ്ങി കൊണ്ടുവന്നു. തലയിണകൾ ഉയർത്തിവെച്ച് അതിൽ ചാരി ഇരുന്നു കൊണ്ട് ഗാഥ ഭക്ഷണം കഴിച്ചു. ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരട്ടെ ടീച്ചർ, ഒന്ന് കുളിക്കണം. ഇവൾക്ക് ഡ്രസ്സും എടുത്തുകൊണ്ട് വരണം, യമുന പറഞ്ഞു. അതിനെന്താ, യമുന പോയിട്ട് വാ, ഞാനുണ്ടല്ലോ ഇവിടെ. അപ്പോഴാണ് വാതിൽ ആരോ മുട്ടിയത്. യമുന ചെന്ന് കതവ് തുറന്നു. ആദർശാണ് വന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ? അയാൾ ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല. എന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞില്ല ഡോക്ടർ. ഗാഥയുടെ മുഖത്തേക്ക് അയാളൊന്ന് നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി. ഇന്നലെ കണ്ട ആദർശല്ലോ ഇത് എന്ന് അയാളുടെ മുഖം കണ്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ടീച്ചറെ, ഇതാണ് ആദർശ്. യമുന അയാളെ പരിചയപ്പെടുത്തി. എനിക്ക് തോന്നി വലിയ സഹായമായി ആദർശ് അവിടെ ഉണ്ടായിരുന്നത്. യമുന കാര്യങ്ങളെല്ലാം പറഞ്ഞു. വൈഫ് ബാങ്കിൽ പോയോ? സൗമിനി ചോദിച്ചു. കൊണ്ടുവിട്ടിട്ടാണ് ഞാൻ വരുന്നത്. ആദർശിന് ഇന്ന് ഓഫീസിൽ പോകണ്ടേ? യമുന തിരക്കി. ഇന്ന് പോകുന്നില്ലമ്മേ, വേറെ ചില ജോലികളുണ്ട്. അയാൾ കസേര നീക്കിയിട്ടിരുന്നു. ഗാഥയുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ അയാൾക്ക് തോന്നിയില്ല. എൻ്റെ കുഞ്ഞാണ് അവളുടെ ഉദരത്തിൽ വളരുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് ഈ കിടക്കുന്നത്. ആദർശിന് എന്തൊക്കെയോ ചോദിക്കാനും പറയാനുണ്ടെന്ന് അയാളുടെ മുഖഭാവം കണ്ടപ്പോൾ ഗാഥയ്ക്ക് മനസ്സിലായി. പക്ഷേ എന്തായിരിക്കുമെന്ന് അവൾക്കൊരു ഊഹവും കിട്ടിയതുമില്ല. ഡോക്ടർ റൗൺസിന് വന്നിട്ട് എന്ത് പറഞ്ഞു? അയാൾ ചോദിച്ചു. ഇന്നും സ്കാൻ ചെയ്യണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. വിളർച്ചയുണ്ടെങ്കിൽ അതിനുള്ള മരുന്നോ പ്രത്യേക ആഹാരമോ കഴിക്കണം, യമുന പറഞ്ഞു. മാതളനാരങ്ങയിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. സൗമിനി ടീച്ചർ അവരുടെ അറിവ് പ്രകടിപ്പിച്ചു. ഞാൻ വീട്ടിലേക്കൊന്ന് പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ആദർശ് വന്നത്. അമ്മ എങ്ങനെ പോകും? അയാൾ ചോദിച്ചു. ഓട്ടോ കിട്ടുമല്ലോ. ഞാൻ വീട്ടിലേക്ക്, അമ്മ വരൂ. എന്നാൽ ഞാൻ പോയിട്ട് വേഗം വരാം മോളെ. മുഷിന ഡ്രസ്സ് ഒരു ബാഗിലെടുത്ത് യമുന പോകാനൊരുങ്ങി. ആദർശ് മുറിയിൽ നിന്ന് ഇറങ്ങും മുമ്പ് ഗാഥയെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം ആ നിമിഷത്തിൽ അവൾക്ക് മനസ്സിലായി. ആദർശ് എങ്ങനെയോ സത്യം അറിഞ്ഞിരിക്കുന്നു. എപ്പോഴെങ്കിലും അയാൾ അതറിയുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഒട്ടും പേടി തോന്നിയില്ല. ആദർശിൻ്റെ പിന്നാലെ യമുന ചെന്നു. അമ്മ ഇവിടെ നില്ലേ, ഞാൻ വണ്ടി എടുത്തു കൊണ്ടുവരാം. ആശുപത്രിയുടെ പോർച്ചിലെത്തിയപ്പോൾ അയാൾ പറഞ്ഞു. യമുന അവിടെ നിന്നു. അയാൾ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് കാർ എടുത്തുകൊണ്ട് വന്നു. യമുന വന്നപ്പോൾ അയാൾ കാറിൻ്റെ മുൻവാതിൽ തുറന്നു കൊടുത്തു. ഒന്ന് മടിച്ചെങ്കിലും അവർ വണ്ടിയിൽ കയറിയിരുന്നു. കാർ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. അല്പനേരത്തേക്ക് രണ്ടുപേരൊന്നും മിണ്ടിയില്ല. ജീവിതത്തിലൊരിക്കലും എന്നെ ഇനി കാണേണ്ടി വരില്ലെന്നായിരുന്നു അമ്മയുടെ വിചാരം അല്ലേ? ഒടുവിൽ ആദർശ് ചോദിച്ചു. അയാളെ മുഖം തിരിച്ചൊന്ന് നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. ചില കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനുഷ്യർക്ക് അതിൽ മാറ്റം വരുത്താനുള്ള ത്രാണിയില്ലമ്മേ. അനുസരിക്കേ നിവൃത്തിയുള്ളൂ. നേരത്തെ തീരുമാനിക്കപ്പെട്ടത് തന്നെയാ ആദർശ് നടന്നത്. അതിലാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആരെയും ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. നമ്മൾ വെറും കളിപ്പാവുകൾ, ചരടുവലികൾ. നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. ആദർശ് എന്താണ് ഈ പറഞ്ഞു വരുന്നത്? മനസ്സിലാകാതെ യമുന ചോദിച്ചു. ഗാഥ എൻ്റെ പെണ്ണായിരുന്നു. അവൾ എനിക്ക് മാത്രം അർഹതപ്പെട്ടതായിരുന്നു. പക്ഷേ ഇനി അതേക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. അവൾക്കൊരു ജീവിതമുണ്ട്. നമ്മളായിട്ട് അത് കലക്കി കളയരുത്. അപേക്ഷ പോലെ യമുന പറഞ്ഞു. ഇല്ലമ്മേ, പക്ഷേ അവളെ എനിക്ക് തരേണ്ടതായിരുന്നു എന്ന് ഒരു തവണയെങ്കിലും അമ്മ ചിന്തിച്ചിട്ടില്ലേ? മറുപടി പറയാതെ യമുന വേദനയോടെ മുഖം കുനിച്ചു. കഥ തുടരും.